ഇല്ലുമിനാറ്റിൻ്റെ ഷർട്ടൊക്കെ ആണല്ലോ. ഐ എം നോട്ട് ഇലുമിനാറ്റി. ഓക്കെ, അപ്പോൾ ആദ്യം സുൽത്താൻ എന്ന് വിളിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് പ്രിഫർ? ശരിക്കത്തെ പേരെന്താ? എൻ്റെ പേര് ശ്യാം എന്നാണ്. ഓക്കെ, ഞാൻ കരുതിക്കുട്ടി സെർച്ച് ചെയ്യാഞ്ഞതാണ്, ലൈവായിട്ട് തന്നെ ഓഡിബിൾ ചോദിക്കാൻ. അല്ലേ? ഓഡിബിൾ ആണ് അവിടെ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ, അല്ല അടുപ്പിക്കണമെങ്കിൽ മൈക്ക് കുറച്ച് അടുപ്പിച്ചോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ കരുതിക്കുട്ടി സെർച്ച് ചെയ്യാഞ്ഞതാണ്, ലൈവായിട്ട് തന്നെ ചോദിക്കാം. ശ്യാം എന്ന് വിളിക്കണോ സുൽത്താൻ എന്ന് വിളിക്കണോ? ഏതാണോ നിങ്ങൾക്ക് താല്പര്യം സുൽത്താൻ ആയിക്കോട്ടെ. ശ്യാമിനെയാണ് ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ശ്യാം എന്ന് വിളിക്കാം. അതല്ല യൂട്യൂബിൽ കാണുന്ന വ്യക്തിയോടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെങ്കിൽ സുൽത്താൻ എന്ന് വിളിക്കാം. എത്ര ഡിഫറൻസ് ഉണ്ട് ശ്യാമും സുൽത്താനും? വലിയ വ്യത്യാസങ്ങളുണ്ട്. വലിയ വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ റിയൽ ലൈഫുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണത്. ബേപ്പു സുൽത്താൻ എന്ന് മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ പേര്. ബേപ്പു സുൽത്താൻ ഒരു പരകായ പ്രവേശം എന്നാണ്. അത് ഞാൻ അങ്ങനെ ഫിക്ഷണലി ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമാണ്. അതായത് നിങ്ങൾ പൊതുവേ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന്. ഒരിക്കലും അല്ല. ആ ഒരു വിഷയം ആ ഒരു മണിക്കൂറിലേക്ക് മാത്രം ഓർത്ത് വയ്ക്കുന്ന, അതിനുശേഷം സാധാരണ മനുഷ്യന്മാരെ പോലെ മണ്ടത്തരങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പം നമ്മളെ പോലൊക്കെ തന്നെ. സീരിയസ്ലി. ഓക്കെ. പിന്നെ ഈ പോഡ്കാസ്റ്റിൽ ഫസ്റ്റ് മലയാളം ഗസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരായിട്ടാണ്. ഓക്കെ. അപ്പം ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ സബ്സ്ക്രൈബർ ആയിട്ടുള്ള എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആളുകളോട് സംസാരിക്കണം എന്നുള്ള. പക്ഷെ ഇവിടെ 3 വീക്കേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ വളരെ ചുരുങ്ങിയ ടൈമുള്ളൂ. ഓക്കെ. അപ്പം ഈ പറഞ്ഞ ഇൻട്രസ്റ്റുകളും വീഡിയോയിൽ കാണുന്നതും ഒക്കെ ആ ഒരു പരകായ പ്രവേശം എന്നുള്ള ഇതിലാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഇന്നലത്തെ വീഡിയോ കൂടി ചേർത്ത് ഒരു 327 വീഡിയോ ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം എല്ലാവർക്കും ദഹിക്കുന്ന വിഷയങ്ങളല്ല. അതായത് ഒരു നമ്മളുടെ സമൂഹത്തിലുള്ളൊരു 80% സോ കോൾഡ് നോർമൽ ആളുകൾ ഈ വിഷയങ്ങൾ കേട്ടാൽ ഭ്രാന്താണെന്ന് പറയുന്ന വിഷയങ്ങളാണ്. അപ്പം നമ്മൾ അവരോടൊപ്പം ചേരാൻ, സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു സ്വഭാവം അതാണല്ലോ, ഭൂരിപക്ഷമുള്ള ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഭൂരിപക്ഷമുള്ള ആളുകളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഭ്രാന്തിനെ മാറ്റി നിർത്തും. അതേസമയം ഇപ്പം നിങ്ങളെപ്പോലുള്ള ഈ താല്പര്യമുള്ള വിഷയം വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ലോഗോ, ഇപ്പോൾ പെപ്സിയുടെ ഒരു ലോഗോ ആണ്, ആ ലോഗോ കാണുമ്പോൾ നല്ല ലോഗോ, ചുവപ്പും നീലയും വെള്ളയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പം അങ്ങനത്തെ ഒരാളാ നല്ല ലോഗോ ആണെന്ന് ഞാൻ പറയും. അതേസമയം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഒരു സുഹൃത്ത് വരുമ്പോഴാണ് നമ്മൾ അതിനിങ്ങനൊരു സാധനം ഉണ്ട്, അവരോട് മാത്രം പറയുന്നൊരു വിഷയം. ഈ സാധനം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയുകയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും ആ ഭ്രാന്തിനോട് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആ ആളുകളെ നമ്മളോടൊപ്പം കൂടുള്ളൂ. സോ ആ ആളുകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വിഷയമാണത്. നോർമലി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ഇത്തരം വിഷയങ്ങളുമായിട്ട് സംസാരിക്കാറില്ല. പക്ഷേ പേഴ്സണലി ഈ വിഷയത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, വളരെയധികം താല്പര്യമുള്ള ഒരാളാണ്, വളരെയധികം താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് പോയത്. അപ്പം എനിക്കൊന്ന് ഞാനൊരു 4 കൊല്ലം മുമ്പാണ് സബ്സ്ക്രൈബർ ആയത്. ആ ടൈമിൽ ജസ്റ്റ് സുൽത്താൻ ഡാർക്ക് മോഡിലേക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ 2017 വ്ളോഗ് ചെയ്ത് തുടങ്ങുന്നത്. അതെ, 2018, അതായത് എൻ്റെ 43ാമത്തെ വ്ളോഗ് മുതലാണ് നമ്മൾ ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇല്ലുമിനാറ്റിയുടെ വീഡിയോ ആണ് ഫസ്റ്റ് വൈറലായത്. വൈറലായ വീഡിയോ ഇല്ലുമിനാറ്റി ആണ്. പക്ഷെ അത് ഡാർക്ക് മോഡ് കണ്ടന്റ് ആയിരുന്നില്ല. അത് എനിക്കറിയാം. കാരണം അത് ഞാനൊരു ഡാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തൊരു സാധനമല്ല. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 2018 ലൂസിഫർ ഇറങ്ങിയ സമയത്ത് അതൊരു സാധാരണ സിനിമയായി പോകാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെയും ഒരു സാധാരണ സിനിമ എന്ന് പറഞ്ഞ് പോവാമായിരുന്ന ഒരു സിനിമയെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഒരു 4-5 ആളുകൾ, ഞാൻ അടക്കമുള്ള ഒരു 4-5 ആളുകൾ ഇങ്ങനൊരു വിഷയം കൂടി ഇതിൽ ഉണ്ട് പറഞ്ഞത് കൊണ്ടാണ് അതിനെ ഇങ്ങനൊരു ലെയറിൽ ആളുകൾ കാണാൻ തുടങ്ങിയത്. ഇല്ലെങ്കിൽ അതൊരു സാധാരണ സിനിമ പോലെ പോവുമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഓൾ ഓഫ് മിനർവ എന്ന് പറയുന്നൊരു സാധനമാണ് ലാലേട്ടൻ്റെ പിന്നിലിരിക്കുന്ന ഓൾ എന്നുള്ളത് പറഞ്ഞാലല്ലാതെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന, ഇന്നല്ല കൊറോണയ്ക്ക് ശേഷം വലിയ മാറ്റം മലയാളികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്റർനാഷണലി ഉള്ള വിഷയങ്ങളെക്കുറിച്ചും കോൺസ്പിറസീസിനെ കുറിച്ചും ഇപ്പോൾ ക്യൂനോൺ ആരാണെന്ന് ഇന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റുമായിരിക്കാം. കാരണം അത്രയും അവർ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം ആർക്കും അറിയാത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന
ഇപ്പോൾ ഒരു പ്രൊജക്ട് ബ്ലൂ ബുക്ക് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഏലിയൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ആർക്കും പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയൊരു വീഡിയോ നോക്കിയാലോ പറയാം. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞൊരു സാധനമാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീല പുസ്തകം, അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാനടക്കമുള്ള ഒരു 4-5 ആളുകൾ ഇങ്ങനൊരു സാധനമുണ്ട്, ഇതൊരു കോൺസ്പിറസി തിയറിയാണ്, ഇതിൽ ചിലത് ഒളിച്ചു കടത്താൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ശ്രമിച്ചു, ജസ്റ്റ് കോൺസ്പിറസി തിങ്സ്. അല്ലാതെ പൃഥ്വിരാജ് അത് ചെയ്തു എന്നൊന്നല്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ടൊരു മാർക്കറ്റിംഗ് അവിടെ നടത്തി എന്നുള്ളത് മാത്രമാണ്. ആ ഒരു മാർക്കറ്റിങ്ങിലൂടെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇരട്ടി മൈലേജ് കിട്ടുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട്, എന്നാൽ ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്. ഇപ്പോഴും എംപുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിലെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കോൺസ്പിറസീസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ആ സിനിമ നല്ല കഥയില്ലെങ്കിലും ആ സിനിമ സക്സസ്ഫുൾ അല്ല എങ്കിലും അതിനെ കീറി മുറിക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. സോ അതിനൊരു തുടക്കം വഹിക്കാൻ പറ്റിയ ആളുകളിൽ ഒരാളായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് വേപ്പു സുൽത്താൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഞാനൊരു സബ്സ്ക്രൈബർ ആയത് ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ്, ബി നിലവറ. ആ ടൈമിൽ അതും എന്താ പറയുക, ടൈം കൺവീനിയൻ്റ് ആയിട്ട് ഇറങ്ങിയൊരു വീഡിയോ ആണ്. ടി വിയിലൊക്കെ ആ കൺവേഴ്സേഷൻ നടന്നുകൊണ്ട് വെക്കുമ്പോൾ അപ്പം അറിയാത്ത ലിസണേഴ്സിന് ഞാൻ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തരാം. ഞാൻ ബേപ്പൂർ സുൽത്താനെ പറ്റിയിട്ട് അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിന്, ലൈക്ക് പോളിഷ് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പം അവിടെ താജ്മഹലിൻ്റെ ഫോട്ടോ, അതേപോലെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ടെമ്പിളിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ കണ്ടാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അതേപോലെയുള്ള. അപ്പം അങ്ങനെ ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തിരുന്നു അവർക്ക്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാത്ത ലിസണേഴ്സിന് ഒന്ന് പറയോ? ബി നിലവറ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് അറിയുക? നമുക്കൊരിക്കലും ഉള്ളിൽ കയറി നോക്കിയിട്ടോ അല്ലെങ്കിൽ അവിടെ കയറിയ ആളുകളോട് സംസാരിച്ചിട്ടോ ഒരു മലയാളിക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളിൽ നിന്നും. പിന്നെ എങ്ങനെ ഞാനത് പറഞ്ഞു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഒരുപാട് ഇൻ്റർവ്യൂസ് കാണുമ്പോൾ, ഒരുപാട് ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള കാര്യങ്ങൾ തിരഞ്ഞു വരാറുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന സാധനം ഒരു സൂപ്പർ നാച്ചുറൽ ആയിരിക്കാം, ഞാൻ അതിനെ ഒരു സൂപ്പർ നാച്ചുറൽ തിങ്ങായിട്ട് വിശ്വസിക്കുന്നില്ല, പക്ഷേ അത് പലപ്പോഴും എൻ്റെ കോണ്ടൻറ്റിൽ എൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ പ്രവർത്തിച്ചിരുന്ന തന്ത്രിമാരിൽ ഒരാളായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പം കന്യാകുമാരിയിൽ ഏതോ ഒരു ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ കുറേ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്തോ എനിക്കറിയില്ല, ഞാൻ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് പ്രായം ഉള്ള ആളുകൾ, ഒരു 40-45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവർക്ക് ഈ പഴയ മുത്തശ്ശി കഥയൊക്കെ ആരൊക്കെയോ പറയുന്നത് പോലത്തെ ഒരു തോന്നലുണ്ടെന്ന് പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ട്രസ്റ്റാണ് എൻ്റെ അടുത്ത്. ഇപ്പം ഞാൻ പലപ്പോഴും വിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും വ്രണപ്പെടുത്താറില്ല, ഞാൻ മുറിവുണ്ടാക്കാറില്ല. പറയാവുന്ന കാര്യങ്ങൾ സോഫ്റ്റായിട്ട് ചിലപ്പോൾ മുറിക്കാറുണ്ട്. ഭയങ്കര തീവ്രമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് മുറിവുണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ എല്ലാവരും വെച്ച് പറയല്ല, പക്ഷെ ഞാൻ മനഃപൂർവ്വം ഇയാളെ മുറിവേൽപ്പിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം കൂടുതലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു വിഷയങ്ങൾ, കാരണം ഞാനൊരു ഹിന്ദു ആയിട്ടാണ് ജനിച്ചത്. ആധികാരികമായിട്ട് എനിക്ക് എൻ്റെ മതത്തെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. മറ്റൊരാളുടെ മതത്തെ പറയുമ്പോൾ അയാൾക്ക് ആദ്യം എന്നോട് ചോദിക്കാം, നീ ആദ്യം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഇവിടെ എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന പുരാണങ്ങളും ചരിത്രങ്ങളും കഥകളും ഐതിഹ്യങ്ങളും ചിലപ്പോൾ മറ്റൊരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ അമ്മ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുകയും പുരാണ കഥകൾ അറിയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരുപാട് കഥകൾ എനിക്കറിയാം. ആ ബേസിലാണ് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ആലോചിച്ച് തുടങ്ങിയതും അതൊക്കെ വെറും ബ്ലണ്ടറാണെന്ന് ഞാൻ മനസ്സിലാക്കിയതും. ബ്ലണ്ടർ എന്ന് പറയുന്ന വാക്കിന് വേറെ ഒരു അർത്ഥമുണ്ട്. അതായത് ഞാൻ നിൽക്കുന്ന തലത്തിലാണ്. അതായത് ഞാൻ സയൻസിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് സ്പിരിച്വാലിറ്റിനെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പം ഞാനൊരു ബോൾ എടുത്ത് താഴത്തേക്ക് ഇട്ടാൽ അത് താഴെ വീഴും എന്നത് സയൻസാണ്. ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. പുരാണങ്ങൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനം ഞാൻ അന്വേഷിച്ചു പോയാൽ എനിക്ക് കിട്ടില്ല. മനസ്സിലായോ?
ഇത് സിംപിളി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു പച്ച കണ്ണട വെച്ചിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണുന്നൊക്കെ പച്ചയായിരിക്കും. എന്നിട്ട് ആ കണ്ണട മാറ്റിയാലേ ഞാൻ കാണുന്ന കാഴ്ചയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ പച്ച കണ്ണട വെച്ചുകൊണ്ട് ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ ഇല്ലല്ലോ എന്ന് ഞാൻ വാദിക്കുന്നത് പോലെയാണ് ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വാദിക്കുന്നത്. എൻ്റെ തോട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില ആളുകൾക്ക് ശരിയാണ്, ഇയാൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു തോന്നൽ, വെറും തോന്നലാണ്, വെറും തോന്നൽ മാത്രമാണ്. ഭയങ്കര എളിമയാണല്ലോ. എളിമയാണല്ല, സീരിയസ്ലി. നിങ്ങളിപ്പോൾ എന്നോട് ഇപ്പം നിങ്ങൾ പ്രൊജക്ട് ബ്ലൂ ബുക്കിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 4-5 വീഡിയോസ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ പരകായ പ്രവേശം എന്ന് വിളിക്കുന്നത് തന്നെ. ഞാൻ ആ മുറിയിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡിയോയിൽ ഒരു കോണ്ടന്റ് മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇരുന്നാൽ ഞാൻ 1 മണിക്കൂർ അതിനെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ പുറത്തിറങ്ങിയ ഒരാളുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. മേ ബി അങ്ങനെ ആവാം. അതുകൊണ്ട് കുറേ ഉണ്ട്, സ്റ്റാർ ഗേറ്റ് ഉണ്ട്, പലതും ഉണ്ടാവാം. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കോൺസ്പിറസീസാണ്. അപ്പം നമ്മളിതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പം ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് എൻ്റെ ഭാര്യ പറയണം റേഷൻ പീടികയിൽ പോയിട്ട് അരി വാങ്ങണം. അപ്പം 2 തലങ്ങളിലല്ലേ നമ്മൾ. സോ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യും. അപ്പം സ്റ്റുഡിയോ നിന്ന് പുറത്തേക്ക് കയറുമ്പോൾ ഞാനൊരു 10 മിനിറ്റ് നോർമലാവും. പിന്നെ ഞാൻ അവിടെ ആയിരിക്കും. അപ്പം വീണ്ടും ഞാൻ ബേപ്പൂർ സുൽത്താൻ എടുത്ത് തലയിൽ വെക്കില്ല. അടുത്ത വെള്ളിയാഴ്ച ഞാൻ പിന്നെ അത് തലയിൽ വെക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലരെന്നെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് അവർ പറയുന്ന പല കാര്യങ്ങളിലും എനിക്ക് പബ്ലിക്കിനോട് പറയാൻ താല്പര്യം തോന്നുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ടാവും. അത് ഞാൻ സംസാരിക്കും. അപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനെ കുറിച്ച് ഒരുപാട് മിത്തുകളുണ്ട്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു മിത്ത്, ഭഗവാൻ കിടക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് നമ്മളിങ്ങനെ ഒരു നൂല് പോലെ ഒരു നൂല് കെട്ടിയിട്ട് താഴത്തേക്ക് ഇറക്കുകയാണെങ്കിൽ അത് അവസാനമായിട്ട് പോയിക്കൊണ്ടേയിരിക്കും, അതിനൊരു എൻഡില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊരു 6 വയസ്സ് 7 വയസ്സുള്ള സമയത്താണ് ഈ ഒരു കഥ അമ്മേൻ്റെ അടുത്ത് പറയുന്നത്. അവിടുത്തെ ഒരു പൂജാരി ഈ ഒരു കഥ കേട്ടിട്ട് അയാളുടെ മോതിരം ഒരു കയറിൽ കെട്ടി, ചെറിയൊരു നൂലിൽ കെട്ടി ബാക്കിലുള്ള ആ ഹോളിലേക്ക് ഇറക്കി. അപ്പം അതിങ്ങനെ പോയി, നൂലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അത് എത്തുന്നില്ല അവസാനം. അങ്ങനെ അയാൾ തിരിച്ചെടുത്തപ്പോൾ ആ മോതിരത്തിലൊരു പാലിൻ്റെ തുള്ളി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ താഴെ പാലാഴിയാണെന്നാണ്. അതെ, കേട്ടിട്ടുണ്ട്. പുരാണങ്ങളിൽ പറയുന്നത് ഭഗവാൻ കിടക്കുന്നത് പാലാഴിയിലാണ്, പാല് കൊണ്ടുള്ള കടലിലാണെന്നാണ്. അപ്പം ഇയാൾ നോക്കുമ്പോൾ പാൽത്തുള്ളിയാണ്. അന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സാധനം. ഇന്ന് ഞാനൊരിക്കൽ എത്ര പശുക്കൾ വിചാരിച്ചാലായിരിക്കും ഒരു പാലാഴി ഉണ്ടാക്കാൻ പറ്റുക? ഞാൻ ചിന്തിക്കുന്നത് സയൻസാണ്. അവിടെ പശുവിനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഭഗവാൻ വിചാരിച്ചാൽ പാലാഴി ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ എത്ര പശു വിചാരിച്ചാൽ പാലാഴി ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. സോ നമ്മൾ 2 രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ആത്മീയമായിട്ടും ചിന്തിക്കാറുണ്ട്, ശാസ്ത്രീയമായിട്ടും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഫ്രീ തിങ്കർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള സാധനങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രീ തിങ്കർ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കണ്ടന്റ്. ഐ ഓൾസോ ബിലീവ് മൈ സെൽഫ് ആസ് എ ഫ്രീ തിങ്കർ. അപ്പം ഈ കോൺട്രവേഴ്സി എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇത് കാരണം? ഫോർ മീ ഹിന്ദു മിത്തോളജി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാനത് ഹിന്ദു മിത്തോളജി എന്ന് പറഞ്ഞാൽ വേറെ എല്ലാ മതത്തിലും മിത്തും ലെജൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഹിന്ദു മിത്തോളജി ഈസ് വെരി വൈഡ്, എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ആൻഡ് ഓൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കോൺട്രവേഴ്സീസ്? ഈ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഹിന്ദു ഹിസ്റ്ററി എന്ന് പറയാറില്ല, ഹിന്ദു മിത്തോളജി എന്ന് ഞാൻ പറയാറുള്ളൂ. അങ്ങനെ അതിനെ വ്രണപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതായത് ഹിന്ദു മിത്തോളജി എന്ന് ഞാൻ പറയുമ്പം ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ ഞാൻ മോശമായിട്ട് പറയല്ല. അതായത് 10 തലയുള്ള രാവണൻ എന്ന് നമ്മൾ കേൾക്കുമ്പം നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചിട്ട് ഒരാൾക്ക് ഒരു തല കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. 10 തലയായിട്ട് ആൾ എങ്ങനെ ജീവിക്കും? അയാൾക്ക് ഷേവ് ചെയ്യണ്ടേ, അയാൾക്ക് മുടി വെട്ടണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അവിടെ എന്താ വെച്ചാൽ 10 തലയുടെ ബുദ്ധിയുള്ള വ്യക്തി എന്നുള്ള രീതിയിലാണ് പുരാണത്തിൽ രാവണനെ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹനുമാൻ ശ്രീലങ്കയിലേക്ക് ചാടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കിലോമീറ്റേഴ്സ് ഒരിക്കലും ഒരാൾക്ക് ചാടാൻ പറ്റില്ല. ചാടിയതല്ല, പറന്നതാണെന്ന് പറയുന്നു. നമ്മൾ കാണുന്ന ചിത്രങ്ങളിലൊക്കെ മൂപ്പര് ഗത തോന്നിച്ചിട്ട് പറക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് പറക്കാൻ പറ്റുമോ?
അങ്ങനെ പറക്കാമായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഹനുമാനന് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഒന്നും വേണ്ട, ഇപ്പം ഒരു കഥയുണ്ട് ഭഗവാന്റെ വരാഹം അവതാരം. ആ വരാഹ അവതാരത്തിൽ ഭൂമി വരാഹത്തിൻ്റെ ഇവിടുത്തെ ഒരു തേറ്റുണ്ടല്ലോ, ആ തേറ്റയിൽ വെച്ചിട്ട് സമുദ്രത്തിനിടയിൽ ഒളിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പുരാണ കഥ ഉണ്ട്. ഓക്കെ. സമുദ്രം എവിടെയുള്ളത്? ഭൂമിയിലാണ്. കാരണം നമുക്ക് ചുറ്റുമുള്ള പല ഗ്രഹങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് നമുക്കൊരു സമുദ്രം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇല്ല. അപ്പോൾ ഏത് സമുദ്രത്തിലായിരിക്കും ഭൂമി ഒളിപ്പിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഉത്തരമില്ല. അപ്പോൾ ഉത്തരമില്ല. അപ്പോൾ വരാഹം എന്ന് പറയുന്നൊരു അവതാരം ഉണ്ടായിരുന്നു. ആ വരാഹ അവതാരം സ്വന്തം തേറ്റയിൽ ഭൂമിയെ താങ്ങി സമുദ്രത്തിനിടയിൽ ഒളിപ്പിച്ചു. അപ്പോൾ ആ ഭൂമിയുടെ സമുദ്രം വേറൊരു സമുദ്രത്തിന് മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പണ്ട് നമുക്ക് തിരിച്ച് ചോദിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മളത് ഇമാജിൻ ചെയ്യും, നമ്മളത് വിശ്വസിക്കും. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ അത് മൊത്തം മാറി. സോ ഇപ്പോൾ എൻ്റെ മോൻ്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ മോനെ ഞാൻ വളരെ കൂളായിട്ടാണ്, അതായത് മിത്തോളജി ആയിട്ടും റിയാലിറ്റി ആയിട്ടാണ് അവനെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് എന്നെ പഠിപ്പിച്ച പോലെ തന്നെ ആയിരിക്കുമല്ലോ. അവനൊരു ദിവസം അവനോട് പറഞ്ഞു, ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ നോക്കിയപ്പം എൻ്റെ വീട്ടിലൊരു 4 അടി വലുപ്പത്തിലുള്ളൊരു കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്. അതിൻ്റെ താഴെ 2 പെൻസിൽ നിൽക്കുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു, ഇത് ആരോട് കൊണ്ടുവച്ചേ? മോൻ പറഞ്ഞു, ഞാനാണ്. എന്താ? അതിൻ്റെ മോനെ പൊട്ടിപ്പോയി, അപ്പോൾ അതൊന്ന് കൂർപ്പിച്ച് തരാൻ ഞാൻ അവിടെ കൊണ്ടുവച്ചാണ്. നമ്മളെന്തിനാ കൂർപ്പിക്കുന്നത്? മൂപ്പര് കൂർപ്പിച്ചോളല്ലോ എന്ന് പറഞ്ഞു. അവന് കഷ്ടിച്ച് 5 വയസ്സ് 6 വയസ്സായിട്ടുള്ളൂ. അപ്പം അവൻ ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ പോരെ, ഞാൻ കൂർപ്പിക്കണ്ടല്ലോ. നാളെ ഇത് മാറി മാറി വരും. നമ്മൾ ഈ പ്രായത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. സോ ഇന്ന് നമ്മളുടെ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ അതിനെ മിത്തോളജി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ അതിനെ ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കും. ഇന്ന് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ ബഹുഭൂരിപക്ഷവും ചരിത്രവും പുരാണവും രണ്ടാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ? അതെ, സത്യം. അതാണ് ആ ഒരു വാക്കിൻ്റെ മേലിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഗോയിങ് ഫോർവേഡ് ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഓപ്പണായിട്ട് ചിന്തിക്കാനും പിന്നെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും ആൾക്കാർ ഓപ്പണായിട്ട് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി പോകുന്തോറും ഈ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ റെലവൻസ് കുറഞ്ഞു വരും തോന്നുന്നുണ്ടോ? കൂടുന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് ചാനൽ കണ്ടപ്പം അതിൽ ഞാൻ കേട്ടൊരു വാർത്ത, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു കൂട്ടം മതക്കാർ ഒരുമിച്ച് ഇരുന്നിട്ട് മറ്റു മതക്കാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യാം. അതായത് ജയിലിനുള്ളിൽ ഇന്നോ നാളെയോ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് മനുഷ്യൻ എന്തെങ്കിലും ഒരു വിഷയം വേണം എപ്പോഴും. ഒരു കാലത്ത് നമുക്ക് ദൈവങ്ങളുടെ മേൽ നമ്മൾ തല്ലും പിടി ഉണ്ടാക്കിയിരുന്നതിൻ്റെ മുമ്പേ, ദൈവമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളുടെ ഒരു ലൊക്കാലിറ്റി, നമ്മളുടെ ഒരു രാജ്യം, ആ ഒരു റീജിയൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം എന്താണ് ഈ ഭൂമി, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളത് അല്ലേ? അപ്പം എൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതും, എൻ്റെ കേരളം എന്ന് ഞാൻ പറയുന്നതും, എൻ്റെ വീട് എന്ന് ഞാൻ പറയുന്നതൊക്കെ നമ്മളുടെ ഒരു സങ്കല്പം മാത്രമാണ്. മെറ്റീരിയൽ തിങ്കിങ്. ജസ്റ്റ് ഒരു ഭൂമിയിൽക്കം വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട് എവിടെയായിരുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. അത്രയും കുറച്ചും കൂടി മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പം നമ്മളിപ്പം 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റുമ്പോൾ നമ്മളൊരിക്കലും ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടല്ല വെള്ളത്തിൽ നിന്ന് പിടിച്ചു കയറ്റിയത്. മനുഷ്യനാണോന്ന് പോലും നമ്മൾ നോക്കിയിട്ടില്ല. ജീവജാലങ്ങളായി, എനിക്ക് തോന്നുന്നു പാമ്പിനെ വരെ പിടിച്ചു കയറ്റിയ ആൾക്കാരുണ്ട് വെള്ളത്തിൽ നിന്ന്. അപ്പോൾ അല്ലെങ്കിൽ തല്ലിക്കൊല്ലുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ജീവനാണ് വലുത്, ഒരു ജീവിയാണ് വലുത്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു മൊമെൻറ്റിലേക്ക് എത്തും, എത്രത്തോളം നമുക്ക് സുഖം ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഇനി പോകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം എളുപ്പമായിട്ട് വരില്ലേ ചെയ്യുക. പഴയതിനേക്കാൾ എളുപ്പമാകുമ്പോൾ നമ്മൾ ഇനിയും ഡിവൈഡ് ആവുക ചെയ്യുക. എൻ്റെ വിശ്വാസപ്രകാരം അങ്ങനെയാണോ? ഓക്കെ. ഞാൻ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഒരുപക്ഷെ മതമായിരിക്കില്ല, പക്ഷെ വേറെ പല ഫാക്ടേഴ്സും. മതം ഒരു വാക്ക് മാത്രമാണ്. അതെ, വേറെ പല തല്ല് കൂടാൻ വേണ്ടിയിട്ട് ഒരു കാരണം മാത്രമാണ്. വേറെ കാരണങ്ങൾ കണ്ടുപിടിക്കും ആൾക്കാർ. തല്ല് കൂടാതെ പോലെ ഇപ്പോൾ അവിടെയൊക്കെ ജീവിക്കുമ്പോൾ എപ്പോഴും ആരായിട്ട് സംസാരിക്കുമ്പോഴും യുദ്ധം ഒരു നോർമൽ ടോപ്പിക്കാണ്. കാരണം തൊട്ടടുത്ത് യുദ്ധം നടക്കുന്നുണ്ട്. പിന്നെ ആളുകളെല്ലാവരും വളരെ അവെയറാണ്. ഇപ്പോൾ ഇവിടുത്തേക്കാളൊക്കെ, കാരണം അവിടുത്തെ ആൾക്കാർക്ക് ടൈമുണ്ട്. ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഡേ ബൈ ഡേ ജീവിച്ചു, മെജോറിറ്റി ആയിട്ടോ പറയുന്നത്. അപ്പോൾ എപ്പോഴും യുദ്ധം ഒരു ടോപ്പിക്കാണ്. ഒരാളെ റോട്ടിൽ നിന്ന് കണ്ട് സംസാരിച്ച് എന്തൊക്കെ വർത്താനം എന്നൊക്കെ ചോദിച്ചു വന്നാലും അപ്പോഴും എങ്ങനെയോ ആ കൺവെർസേഷൻ യുദ്ധത്തിലേക്ക് എത്തും.
അപ്പോൾ അതേപോലെ തന്നെയാണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് മനുഷ്യന്മാരുടെ ഇടയിൽ എന്തായാലും ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരളത്തിൻ്റെ കഴിഞ്ഞൊരു 2 മാസത്തിനിടയിൽ ഫാൻസിൻ്റെ പേരിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതെ, 2 രൂപയ്ക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. പപ്പടം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. അതെ, അപ്പം മതം എന്ന് പറയുന്നത്, മതത്തിന് വേണ്ടി തല്ലുണ്ടാക്കുന്നത് ഓക്കെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതൊരു എനിക്ക് വിശ്വാസമാണ്. കിട്ടിയ പപ്പടം പൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു വയസ്സനെ കൊന്നു. അയ്യോ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന അതൊന്നും കാര്യം. വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ. ലേസിന്റെ പാക്കറ്റിൽ ലേസിന്റെ എണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ മുഖം ഇടിച്ച് പൊളിച്ചു. ഇതൊക്കെ എപ്പോഴും ഞാനിങ്ങനെ വായിക്കുമ്പോൾ എനിക്കത് ഫേക്ക് ആണെന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. ഒരിക്കലുമല്ല ഫേക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ട്രാഫിക് ഇന്നലെ ഞാൻ കണ്ടതാണ്. സരോവരം പാർക്കിന് മുമ്പിൽ വെച്ചിട്ട് 2 പുതിയ വണ്ടികളാണ്. അപ്പോൾ ഇത് പോകുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ തട്ടിക്കണമെന്ന് വിചാരിച്ച് തട്ടുന്നതല്ലല്ലോ, തട്ടി പെയിന്റ് പോയി. പിന്നെ എന്തിനാ അവർ ഈ ഇൻഷുറൻസ് എടുക്കുന്നത്? അതെ, അവർ വീട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു പാവം മനുഷ്യൻ കയറി ചോദിച്ചു, നിങ്ങൾക്കിത് സോൾവ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇത് ഇൻഷുറൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ പുതിയ വണ്ടിയാണ് അതിൻ്റെ ഫ്രീ സർവീസിൻ്റെ ഇടയിൽ തന്നെ അവർ ഈ സാധനം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഈ പരസ്പരം തെറി വിളിച്ചതിൻ്റെ അതെങ്ങനെയാണ് മാറുന്നത്? അവരുടെ പ്രഷർ കൂട്ടിക്കൊണ്ടിരിക്കുക. റോഡ് റേജ് ആണ്. പിന്നെ അതെ, എല്ലാം അവൻ എന്നെ തട്ടി, ഞാൻ അവന് തട്ടും. നഷ്ടം നമുക്ക് മാത്രമാണ്. അതെ, ഒരു സെക്കൻഡ് ആയിരിക്കും ടൈമില്ല. ഇല്ല വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അവിടെ പോവാന്ന് മാത്രമേ ഉള്ളൂ. റോഡിൽ നിന്ന് അങ്ങോട്ട് പോവാ. അതാ ഞാൻ പറഞ്ഞത്, മതം എന്ന് പറയുന്നത് ഒരു കാരണം മാത്രമാണ്. അതില്ല, നാളെ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കും. മോഹൻലാലും മമ്മൂട്ടിയും ജീവിച്ചിരിക്കുന്ന കാലം വരെ അവർക്ക് വേണ്ടി നമ്മൾ തല്ലുകൂടും. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ വരും, അപ്പോൾ അവർക്ക് വേണ്ടി തല്ലുകൂടും. തല്ലുകൂടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം. യുദ്ധമാണ് നമ്മുടെ മെയിൻ. ഇത് ജനറ്റിക്കലി ഒരു മൃഗമാണല്ലോ, അപ്പോൾ അതിൽ നിന്ന് വരുന്നതായിരിക്കും. ഭക്ഷണത്തിന് വേണ്ടി തല്ലുണ്ടാക്കുന്നത് രസമാണ്. കാരണം നമുക്ക് തല്ലുണ്ടാക്കി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ അതും കഴിഞ്ഞ് ഇപ്പം ഈ യുദ്ധം നടക്കുന്നത് എന്തിന്? ഭൂമി സ്പ്ലിറ്റായിട്ട് 2 രാജ്യങ്ങൾ എനിക്ക് സ്വന്തം. അതുകൊണ്ട് എന്താ നേടാൻ പറ്റുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ കുറച്ചും കൂടി പൊളിറ്റിക്കലി ചിന്തിക്കുന്ന ആളുകൾക്ക് ഉത്തരം ഉണ്ടാവുമായിരിക്കാം. അതല്ല, ഇനിയിപ്പോൾ ഒരു നമ്മൾ പറയുന്ന മാതിരി ഒരു 1 വേർഡ് ആണോ അവരുദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 1 ഗവൺമെൻറ് ആണോ അവരുദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. എന്തായാലും ഒരു കാരണം അവർ കണ്ടുപിടിക്കും, മതം അല്ലെങ്കിൽ മറ്റൊന്ന്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇതിൽ ഒരു റീസൺ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എക്കണോമിയാണ്. അത് ഇതിന്നും പറ്റുന്ന അത്രയും മിൽക്ക് ചെയ്യുക ആളുകൾ. കാരണം അവിടെ സിവിലിയൻസിനും നോർമൽ ആൾക്കാർക്ക് ഒരു വിലയില്ല. ഹൂവർ ഈസ് റൂളിങ് ഒരിക്കൽ പറ്റുന്ന അത്രയും ഇത് മിൽക്ക്. കാരണം ഇതൊരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആയി കഴിഞ്ഞ് യുദ്ധം എന്ന് പറയുന്നത്. എനിവേ, അതിലേക്ക് പോയാൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. കമ്മിങ് ബാക്ക് ടു ഏലിയൻസിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. കണ്ടിട്ടുണ്ടോ? ഞാൻ താങ്കളെ കാണുന്നു, അതിൻ്റെ അർത്ഥം ഏലിയൻസ് ഉണ്ട് എന്നാണല്ലോ. അതെ. എൻ്റെ തോട്ട് ഞാൻ പറയാം. ഞാൻ ഭൂമിയിൽ, അല്ലെങ്കിൽ എൻ്റെ വർഗം ഭൂമിയിൽ ഉണ്ടായതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അനുനാക്കിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ അതിൽ ടാറ്റൂം ചെയ്തിട്ടുണ്ട്. അനുനാക്കിയാണ് എൻ്റെ കോൺസെപ്റ്റ്. എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അനുനാക്കിയാണ്. അതായത് ഭൂമിയിൽ ഒരു കാലം വരെ ഉണ്ടായിരുന്ന എയ്പ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇന്നത്തെ ഹ്യൂമനോയിഡ് ആക്കി എന്ന്, അതായത് എന്തിനെങ്കിലും വിശ്വസിക്കേണ്ടതെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അതിൽ വിശ്വസിക്കുന്നത്. മറ്റേത് നമ്മൾ ഓൾറെഡി ഡാർവിൻ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പരിണാമ സിദ്ധാന്തം. അതല്ലാതെ എന്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുനാക്കിയിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ മതം അനുനാക്കിയാണ്. അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയല്ലോ, എനിക്ക് തല്ലുകൂടാൻ ആവശ്യമില്ല. അനുനാക്കിയാണ് എൻ്റെ മതം. അതിലും ഡിവിഷൻ വരുന്ന സമയത്ത് ഞാൻ മാറും. അപ്പം ഇപ്പം ഞാൻ, കാരണം അതിൻ്റെ ആവശ്യമില്ല, അതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അതായത് നിങ്ങളിതിൽ ആളെ കൂട്ടണം എന്നുള്ള പരിപാടിയൊന്നും അനുനാക്കിയില്ല. നിങ്ങൾക്ക് വേണേ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നാളെ അപ്പം ദൈവം എല്ലാ മതത്തിലും പറയുന്നത് എന്താ? ഇപ്പം അന്തിക്രിസ്തു വരുമെന്ന് പറയുന്ന പോലെ, ഹിന്ദുവിൽ കൽക്കി വരുമെന്ന് പറയുന്ന പോലെ, മുസ്ലിമിൽ എന്താ വരുന്നതെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഒരാൾ വരുമല്ലോ അവസാനം എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. അനുനാക്കി പറയുന്ന അനുസരിച്ചിട്ട് നിബിരു എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു കൂട്ടം ആളുകൾ വരും. ആ ആളുകൾ വന്നിട്ട് അവർ വരുമ്പോഴാണ് നമ്മളിവിടെ ഇത്രയും മാറി എന്നുള്ളത് അവരറിയാം. അവരുടെ ഒരൊറ്റ നോക്കിൽ നമ്മൾ മാറും. നമ്മൾ വീണ്ടും പഴയ ഹോമോ ഇറക്ടസ് സ്റ്റേജിലേക്ക് എത്തും എന്നാണ് ഇപ്പം സുമേറിയൻ ശിലാലിഖിതങ്ങളിലൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കിയതനുസരിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. സോ അതൊരു മിത്താണ്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പുരാണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിത്തിക്കൽ സ്റ്റോറി അനുനാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു
സയൻറ്റിഫിക്കലി അല്ലോട്ടോ ഞാൻ പറയുന്നത്, ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കുമ്പം നിങ്ങളിന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാണ്. എന്തുകൊണ്ട്? അതെ, പൂച്ചയ്ക്കും നായ്ക്കൊക്കെ വീടുണ്ടാക്കി ജോലിക്ക് പോയി ജീവിച്ചൂടെ? അവരതൊന്നും ചെയ്യുന്നില്ല. ഒരു ജീവജാലവും ചെയ്യുന്നില്ല. മനുഷ്യനാണ് പൈസ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നു, പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. സ്വർണം എന്ന് പറയുന്ന ഒരു മെറ്റൽ കണ്ടെത്തുന്നു, ആ മെറ്റലിനൊരു വാല്യൂ തീരുമാനിക്കുന്നു, ആ മെറ്റലിന് വേണ്ടി അട്ടി ഉണ്ടാക്കുന്നു. അല്ലേ? ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നിലും ഒരു കോൺസ്പിറസി ഉണ്ടല്ലോ, ഈ മെറ്റൽ എന്താ പറയുക ഇവിടെ ഇൻസ്റ്റാൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ അനുനാക്കി സങ്കല്പത്തിലാണ് ആദ്യം വരുന്നത്. അതായത് ശരിക്കും ഇവിടെ സ്വർണം എന്ന് പറയുന്ന ലോഹമുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി. സ്വർണം അനുനാക്കിയെ സംബന്ധിച്ചിട്ട് അവരുടെ ഫ്യൂവലാണ്. അതായത് അവർക്ക് പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ, ഇപ്പം പൊതുവേ പറയപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യൻ ഫോസിൽ ഫ്യൂവൽ വെച്ചിട്ടല്ല ഇപ്പം നമ്മളുടെ യാത്രകളും കാര്യങ്ങളും ഒക്കെ, അതൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കും. അതായത് ഈ ഫ്യൂവൽ വെച്ചിട്ട് മനുഷ്യൻ എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഫ്യൂവൽ വെച്ചിട്ട് ഭൂമിക്ക് ചുറ്റും മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ. ഭൂമിക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ ഇത് വെച്ചിട്ട് പറ്റില്ല. അതായത് പ്രകാശ വേഗതയിൽ കൂടുതൽ അല്ലെങ്കിൽ പ്രകാശ വേഗതയോട് അടുത്ത് നമുക്കൊരിക്കലും സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് അതായത് ഏലിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് പെട്ടെന്നൊരു ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ റോസ്വെൽ ഇൻസിഡൻറ്റ് നടന്ന സമയം അതിലൊരു ഏലിയനെ കിട്ടിയിട്ടുണ്ട്. ആ ഈബൻ എന്നാണ് ആ ഏലിയനെ വിളിക്കുന്നത്. അത് ഏലിയൻ എന്ന് പറയുമ്പോൾ നമ്മളെന്താ കാണുന്നത്? നമ്മളുടെ ശരീരം പോലെ ഒരു ജീവി വന്നു എന്നാണ്. ഒരിക്കലും അല്ല. ഒരിക്കലും അങ്ങനെ ഒരു നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ കൂടെ ഒരു വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിട്ട് ഒരു ജീവിക്ക് ഇവിടെ എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവിടെ ഉള്ളൊരു ജീവിക്ക് ഇവിടെ ഉള്ള ഒരു RC ജീവി, ഒരു റിമോട്ട് കൺട്രോൾ ജീവിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനും താങ്കളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മറ്റൊരാൾ നിയന്ത്രിക്കുന്ന ഒരു പാവയല്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇതൊരു സിമുലേഷൻ അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. സോ ബ്രോയും ഇതേപോലെ തന്നെ വേറെ ഏതോ ഗ്രഹത്തിലിരിക്കുന്ന ഏതോ ഒരാൾ കൺട്രോൾ ചെയ്യുന്ന ഒരു പാവയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ പാവയാണ് ഇന്ന് ഈ ഭൂമി കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ ഭൂമിയെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി മറ്റേതോ ഗ്രഹത്തിൽ നിന്നും 2-3 പാവകളെ ഇങ്ങോട്ടേക്ക് വിട്ടു. ആ പാവകൾ റിപ്രൊഡ്യൂസ് ചെയ്തു. അവർ നിറഞ്ഞ് ഈ ഗ്രഹം അവരുടെ കൺട്രോൾഡായി. ഇതുപോലെ പല ഗ്രഹങ്ങളിലേക്ക് അവർ പാവകളെ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് വേറൊരു സ്ഥലത്താണ്. അവർക്ക് ശരീരം എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഭൂമി എന്ന് പറയുന്നത് 3 ഡയമെൻഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഈ 3 ഡയമെൻഷനിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ശരീരമാണിത്. അടുത്ത ഡയമെൻഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ, 4th ഡയമെൻഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ, സമയത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ശരീരം ആയിക്കൊള്ളുന്നില്ല. നമുക്ക് ഒരു ശരീരം വേണമെന്നുമില്ല. സോ ആ ഒരു സാധനത്തിന്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അവർ വിളിക്കുന്ന പേരാണ് ഈബൻ. ഓക്കെ, ഈ ഈബൻ, ഈ ഒരു ആത്മാവ്, അതായത് ഒരു നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു നെറ്റ്വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു എനർജി, സിംപ്ലി ഒരു എനർജി. ആ എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ടൈം സ്പാൻ കഴിഞ്ഞാൽ, അതായത് എൻ്റെ ഈ ശരീരം ഡീക്കേ ആവുന്ന ഒരു ടൈമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ അടുത്ത ബോഡിയിലേക്ക് ചാടും, ഇത് ഞാൻ ചത്തു വീഴും. അപ്പം ഭൂമിയിലുള്ള എല്ലാവരും പറയുന്നത് എന്താ? സുൽത്താൻ മരിച്ചു, കഴിഞ്ഞു. അവിടെ ക്രമേഷൻ നടക്കുന്നു, ശവപ്പെട്ടി ഉണ്ടാക്കുന്നു, അതിൽ കുഴിച്ചിടുന്നു, എല്ലാ വർഷവും വന്നിട്ട് എനിക്ക് പൂ വയ്ക്കുന്നു. പക്ഷെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ഞാനൊരു ഷർട്ട് ഇട്ട മാതിരിയാണ് എൻ്റെ ബോഡി അവിടെ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ കുറേ കോൺസെപ്റ്റുകളുണ്ട്. സോ അങ്ങനെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള കുറച്ച് പേരെ ഇവരെന്ത് ചെയ്തു? മാറ്റി. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഞങ്ങളൊന്ന് പോയിട്ട് വരാം, നിങ്ങളിവിടെ ഗോൾഡ് കളക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. മനുഷ്യൻ ഹോമോ ഇറക്ട സ്റ്റേജിൽ നിന്ന് മാറി ഹോമോസാപ്പിയനായി. മനുഷ്യൻ മാറി വന്ന് മനുഷ്യൻ ഗോൾഡ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കഥയാണ് കേട്ടോ, വെറും കഥ. അപ്പോൾ ആ ഗോൾഡ് കളക്ട് ചെയ്തിട്ട് ഇവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഗോൾഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് കൊടുക്കണം. പക്ഷേ ഇവർ പോയതിന് ശേഷം ഇവിടെ തലമുറകൾ മാറി. എന്തിനു നമ്മൾ ഗോൾഡ് കളക്ട് ചെയ്യുന്നു എന്നുള്ളത് മനുഷ്യന് മനസ്സിലായില്ല. ഗോൾഡ് കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ മനുഷ്യന് അറിയൂ. പിന്നെ മനസ്സിലായി, ഞാൻ എന്തിനത് കളക്ട് ചെയ്യുന്നത്? ഇതിന് ഇത്രയും വില ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സാധനമുണ്ട്, നീ എനിക്കിത് തന്നാൽ ഞാൻ നിനക്ക് അത് തരാം എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ഇത് കൂട്ടി വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അതിന് വാല്യൂ കൂടി. അങ്ങനെ സ്വർണം കൂട്ടി വയ്ക്കുക. ഇതാണ് സ്വർണം കൂട്ടി വയ്ക്കുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആഗ്രഹത്തിലേക്ക് അനുനാക്കി കൊടുത്തിട്ടുള്ളൊരു സംഭാവന. ഇനി ഇതൊക്കെ കഴിഞ്ഞ് അനുനാക്കി തിരിച്ചു വരും.
തിരിച്ചു വരുന്ന സമയത്ത് ഈ സ്വർണ്ണമൊക്കെ ബാങ്കിൽ ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മളൊക്കെ പണയം വെച്ച് പൈസ വാങ്ങി കഴിഞ്ഞിരിക്കുന്നു. ബാങ്കിലാണ് ഈ പൈസ, ഈ സ്വർണ്ണം ഉള്ളത്. അതെ അന്നാക്കി കൊണ്ടുപോകും, അതെ, ബാങ്കിന് പോയി. ബാങ്കിന് പോയി. ഇതൊക്കെ ചുമ്മാ പറയുന്ന സാധനങ്ങളാണ്. രസമാണല്ലോ. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുള്ള വിശ്വാസമാണ്. കാരണം ഇത്രയും ടെൻഷൻ അടിച്ച് നടക്കും. അപ്പം നിങ്ങൾ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഈ ലോകത്ത് ഇങ്ങനത്തെ ചില ചിന്തകളാണല്ലോ ഒരു സന്തോഷം, ഒരു ഡിസ്ട്രാക്ഷൻ എന്നും വേണമെങ്കിൽ നല്ല പറയാം. രസം. അതെ. പിന്നെ ഏലിയൻസ്, ഞാനും ഈ പറഞ്ഞ പോലെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഏലിയൻസ് ഇവിടെ എത്തിയെന്ന് വിശ്വസിക്കാൻ. ലൈക്ക് ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓഫ് കോഴ്സ്, മൾട്ടിപ്പിൾ ഗാലക്സീസ് ഉണ്ട്. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ നമ്മളെ പോലത്തെ, അതും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മെലിഞ്ഞ് ഒട്ടി വലിയ തലയുള്ള ഒരു ഏലിയൻ ആയിക്കൊള്ളണമെന്നില്ല. ഒരു പുഴു, ഹൈലി ഇന്റലിജന്റ് ആയ ഒരു പുഴു ആവാം. മൾട്ടിപ്പിൾ റിയാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവിടെ എത്തിയെന്ന് വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അൺടിൽ ഞാനൊരു ഡോക്യുമെൻ്ററി കണ്ടിരുന്നു, സുൽത്താൻ കണ്ടിട്ടുണ്ടോ അറിയില്ല, മൂമെൻ്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട്. ഇല്ല, കണ്ടിട്ടില്ല. കോണ്ടാക്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ബ്രസീലിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. ഓക്കെ. അത് ഇതുവരെ നമ്മൾ കേട്ട എല്ലാ ഇപ്പം ബോബ് ലസാറിൻ്റെ സ്റ്റോറി ആണെങ്കിലും ഒക്കെ ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ 2 or 3 പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇതിൽ പറയുന്നത് ഒരു സിറ്റി മൊത്തം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു നൈറ്റിൽ ഒരു സിറ്റി മൊത്തം ഒരു എന്തോ ഏലിയൻ ഇൻവേഷൻ എന്നുള്ളത് പോലെ. ട്രയാങ്കിൾ യുഎഫ്ഒനെ കുറിച്ചാണോ പറയുന്നത്? അല്ല, ഇത് ബ്രസീലിലെ സിറ്റിയുടെ പേര് എനിക്ക് മറന്നുപോയി. അവിടെ ഈവൻ അവരൊരു സ്റ്റാച്യു വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് പറയാം. അവിടെ ഈ ഒരു ഷിപ്പ് ക്രാഷായി എന്നാണ് പറയുന്നത്. ഒരു ഏലിയൻ ഷിപ്പ് ക്രാഷായി. ഇപ്പോൾ ഒരു 3 പെൺകുട്ടികളാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. അവർ റോഡിലൂടെ നടക്കുമ്പം അവരൊരു ഏലിയൻ ഒരു ഫിഗറിനെ കണ്ടു. റെഡ് ഐസ് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. പിന്നെ സൾഫറിൻ്റെ സ്മെൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ മൾട്ടിപ്പിൾ ആ ഒരു സമയത്ത് മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. പോലീസ് വന്നു. അതിൽ ഒരു ഏലിയൻ ഡെഡ് ആയിരുന്നു. ഒരു ഏലിയൻ അവർ റിക്കവർ ചെയ്തു എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ആ സിറ്റിയിൽ പല ആൾക്കാർക്കും പലതായിട്ട് ലൈക്ക് സൗണ്ട് കേട്ടവരുണ്ട്. അപ്പം മൾട്ടിപ്പിൾ ആൾക്കാരുടെ ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഈ ക്യാരി ചെയ്ത പോലീസ് ഓഫീസർ റേഡിയേഷൻ മൂലം മരിച്ചിട്ടുണ്ടായി. ഇത് റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററിയിൽ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ US ഫോഴ്സസ് അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് ഒരു അനുവാദം ഇല്ലാതെ ബ്രസീലിൽ ഇറങ്ങി എന്തോ ഒന്ന് റിക്കവർ ചെയ്ത് അവർ തിരിച്ചു പോയി. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്ററിയിൽ അവർ എയർപോർട്ടിൽ ടവറിൽ ഇരിക്കുന്ന ആളായിട്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പം ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ വന്നു. വൈ നോട്ട് എന്നുള്ള ഒരു ചോദ്യം വന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടുന്ന് നമ്മളുടെ ഒരു ലിമിറ്റഡ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങി, നമ്മൾ ചൊവ്വയിലേക്ക് ഇവിടുന്ന് നമ്മളുടെ ഒരു മാൻമെയ്ഡ് തിങ് വിട്ടു. നമ്മൾ ആദ്യമായിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനം നമ്മുടെ സോളാർ സിസ്റ്റം കടന്ന് പുറത്തേക്ക് പോകുന്നു. എത്രയോ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, വെറും 4.5 ബില്യൺ വർഷങ്ങളായിട്ടുള്ളൂ ഭൂമി ഉണ്ടായിട്ട്. അതിനേക്കാൾ പ്രായം കൂടിയ എത്രയോ നക്ഷത്രങ്ങൾക്ക് ചുറ്റും, ഭൂമിയേക്കാൾ പ്രായം കൂടിയ എത്രയോ എന്താ പറയുക ഹാബിറ്റബിൾ പ്ലാനറ്റ്സ് ഉണ്ട്. അവിടെ നമ്മളെക്കാൾ ചിലപ്പം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവികളുണ്ടാവാം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് ഒരു മാൻമെയ്ഡ് തിങ് കടത്തി വിടാൻ പറ്റിയെങ്കിൽ അവരെന്തുകൊണ്ട് അവർക്ക് അവരുടെ സോളാർ സിസ്റ്റത്തിലേക്ക് അവർക്ക് തന്നെ കടന്നുകൂടാ? ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഒന്നും വേണ്ട, ഇപ്പം തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് നമ്മൾ യാത്ര ചെയ്തു വരിക, ഹൈവേ 2026 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്താൻ പറ്റും. ഒരു 10 കൊല്ലം മുമ്പേ തൃശ്ശൂർ ടു കോഴിക്കോട് ചിന്തിക്കുമ്പോൾ തന്നെ 4 മണിക്കൂർ വേണം മിനിമം. 10 കൊല്ലം കൊണ്ട് നമുക്ക് ഈ ദൂരം പകുതിയാക്കാൻ പറ്റുമെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ മറ്റു പലർക്കും സംഭവിച്ചിട്ടുണ്ടാവില്ലേ? പിന്നെ നമ്മളുടെ ലിമിറ്റാണ് പ്രകാശത്തിൻ്റെ വളരെ ചുരുങ്ങിയ ശതമാനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്രകാശവേഗം എന്ന് പറയുന്നത് ഇപ്പം 3 ബോഡി പ്രോബ്ലം കണ്ടോ? കണ്ടിട്ടില്ല. അതിൽ പറയുന്നൊരു വാക്കുണ്ട്, അതായത് പ്രകാശവേഗത എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ വേഗത. നമ്മളെ സംബന്ധിച്ചെന്ന് പറയുന്ന വാക്കാണ് അവിടെ വലുത്. പ്രകാശവേഗത നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വേഗതയാണ്. അത് നമ്മളെ സംബന്ധിച്ച് മാത്രമാണ്. ഇനി ഈ പ്രകാശം 3 ഡയമെൻഷനിലൂടെ സഞ്ചരിക്കുന്ന വേഗതയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അടുത്ത ഡയമെൻഷനിൽ പോകുന്ന സമയത്ത് പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അല്ലേ? അതാ പറയുക, നമ്മൾ ചിന്തിക്കുന്നത് ഇത് പോസിബിൾ അല്ല. അതായത് ഇപ്പം നമ്മളുടെ മിൽക്കി വേ തന്നെ ഏകദേശം 1,00,000 പ്രകാശവർഷം യാത്ര ചെയ്താണ് ഒരറ്റത്തു നിന്ന് മറ്ററ്റത്തെത്തുക. 1,00,000 പ്രകാശവർഷം
1,00,000 വർഷമല്ല, അതെ. പ്രകാശം സഞ്ചരിക്കുന്ന 8 years. 1,00,000 വർഷം യാത്ര ചെയ്യുമ്പോഴാണ് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തുന്നതെന്ന് പറയുന്നത്. ഇത് നമുക്കാ 3 ഡയമെൻഷനിൽ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥയാണ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. സോ ഡയമെൻഷനാണ് വിഷയം. ഇപ്പം ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ ട്രെയിനിൽ വന്നിറങ്ങി. ഈ ഒരു വന്ദേ ഭാരതിലാണ് വന്നതെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ഓട്ടോ വിളിച്ചു. ആ ഓട്ടോൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കോഴിക്കോട് സ്റ്റാൻഡിലെത്തി. ആ ഓട്ടോ നിന്ന് ഞാൻ ഇറങ്ങി കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ്സിൽ കയറി വയനാട്ടിലേക്ക് ഞാൻ ചുരം കയറി പോയിക്കൊണ്ടിരിക്കാം. ഇതിൽ തിരുവനന്തപുരത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് ഇറങ്ങുന്നത് വരെയുള്ള യാത്ര ഒരു ഡയമെൻഷനും, കോഴിക്കോട് നിന്ന് ഞാൻ ഓട്ടോറിക്ഷ കയറി ബസ് സ്റ്റാൻഡ് വരെയുള്ള യാത്ര മറ്റൊരു ഡയമെൻഷനും, ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വയനാട് വരെ എത്തുന്നത് മറ്റൊരു ഡയമെൻഷനാണെന്ന് വിചാരിക്കാം. ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. ഇതിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയതാണ് നമ്മുടെ ജനനമെങ്കിൽ, അതായത് ഈ നമ്മുടെ രണ്ടുപേരുടെയും ഈ ഡയമെൻഷനിലുള്ള നമ്മുടെ ജനനമെങ്കിൽ, നമ്മുടെ മരണം ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങുന്നതാണ് എങ്കിൽ, ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഓട്ടോറിക്ഷയിൽ നമ്മൾ കാണുന്ന നമ്മൾ പോകുന്ന ജീവിതമാണ്. നമ്മുടെ ഏറ്റവും വലിയ വേഗത എന്താണ്? ഓട്ടോറിക്ഷയുടെ വേഗതയാണ്. നമ്മൾ വന്ന വന്ദേ ഭാരതിൻ്റെ വേഗത നമുക്ക് അറിയുപോലുമില്ല. കാരണം എന്താ? അത് മറ്റൊരു ഡയമെൻഷനാണ്. ഈ ഓട്ടോറിക്ഷയിൽ നിന്നിട്ട് നമ്മൾ പറയും വന്ദേ ഭാരതിനൊന്നും അത്ര നീങ്ങാനൊന്നും പറ്റില്ല, കാരണം ഓട്ടോറിക്ഷയാണ് സ്പീഡ്, നമുക്കതേ അറിയൂ. ഇനി പോകാൻ പോകുന്ന ബസ്സിൻ്റെ വേഗത എന്താണെന്നുള്ളതും നമുക്കറിയില്ല. സോ ഈ ഒരു ഡയമെൻഷനിലൂടെയുള്ള യാത്രയാണ് ഇപ്പം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു വരുന്നു, പെട്ടെന്നൊരു ചതുപ്പിൽ വീഴുന്നു. നടന്നു വരുന്ന സ്പീഡ് ചിലപ്പം 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ആയിരിക്കും. ചതുപ്പിൽ വീഴുമ്പോൾ 1 മണിക്കൂറിൽ നമ്മൾ 1/2 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ചതുപ്പ് കടന്ന് നമ്മൾ പോയിട്ട് നമ്മൾ ഓടുകയാണ്, അപ്പോൾ 1 മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് പോവാം. അപ്പോൾ ചതുപ്പിലൂടെയുള്ള യാത്രയാണ് ഈ 3 ഡയമെൻഷണൽ വേൾഡെങ്കിലോ. ഇത് കടന്ന് നമ്മൾ എത്തുമ്പോൾ വേഗത നമുക്ക് ചിന്തിക്കാവുന്നതിലും വേഗത്തിലാണെങ്കിലോ. അതെ, മനസ്സിലായോ? അതേ മനസ്സിലായോ? മനസ്സിലായി. അത് ഞാനും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, ചിന്തിച്ചിട്ട് ഭ്രാന്താവുന്ന കാര്യങ്ങളാണ്. അത് ചില സമയത്ത് ചിന്തിച്ചാൽ ഏതാണ് ഞാനിവിടെ ഉണ്ടോ എന്നുള്ള തോന്നലൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഞാൻ യഥാർത്ഥ ഞാൻ. അതെ, എക്സാക്ട്ലി. ഇത് ഞാൻ തന്നെയാണോ എന്നുള്ള. പിന്നെ ഏലിയൻസ് അത് പറഞ്ഞ പോലെ തന്നെയാണ് ഏൻഷ്യൻ സിവിലൈസേഷൻ. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വിശ്വസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അതിപ്പം ഓക്കെ, ഞാനൊരു ജസ്റ്റ് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മുടെ ഈ വേൾഡ് വേറെ ഡയമെൻഷനിലേക്കൊന്നും പോവാതെ ഈ ഒരു വേൾഡിൽ ഒരു പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ എങ്ങോട്ടായിരിക്കും പോവാ? ഏത് ഏജ്? ഇതിനേക്കാളും മുമ്പ് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ചെല്ലുന്നത് ഈജിപ്തിലേക്കായിരിക്കും. ഞാനും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ് ഈജിപ്ഷ്യൻ ഗോഡ്സ്. കാരണം അനുനാക്കി എന്ന് പറയുന്ന അനുനാക്കികൾ ആദ്യം വന്നിട്ടുള്ളത് ഈജിപ്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവം ഈജിപ്ഷ്യൻ ഗോഡ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അനുബിസ് ആയാലും ഹോറസ് ആയാലും ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് പോയിട്ട് പിരമിഡ് ഉണ്ടായിരുന്ന കാലഘട്ടം, സ്ഫിങ്സ് ഉണ്ടാക്കിയിരുന്ന കാലഘട്ടം, അതൊക്കെ മാറി നിന്ന് കാണാൻ, അവരുടെ കൂടെ നിൽക്കാനല്ല, മാറി നിന്ന് ആ ഒരു സിവിലൈസേഷൻ കാണാനും ആ ഈജിപ്ഷ്യൻ കൾച്ചർ, ഈജിപ്ഷ്യൻ ആർട്ട് അതൊക്കെ അറിയാനും ഭയങ്കര താല്പര്യമുണ്ട്. ഓക്കെ, എനിക്കും സെയിം ഒരു പിരമിഡ് എങ്ങനെ ഉണ്ടായി എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. കാരണം ഇപ്പം നമുക്ക് അറിയുന്ന റെക്കോർഡ്സ് വെച്ചിട്ട് അവർ പറയുന്നത് 4500 years ago ആണെന്നല്ലേ. 4500 അല്ല, BC 4000. യെസ്. ബട്ട് അതും എനിക്ക് എന്താ പറയുക, വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അന്ന് മുതലേ പണി തുടങ്ങിക്കുന്നു. എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്തത്. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഏലിയൻ ടെക്നോളജി ഇതിനെ സപ്പോർട്ട് ചെയ്തതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മനുഷ്യന്മാർക്ക് അന്നത്തെ ടെക്നോളജി വെച്ചിട്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈജിപ്തിൽ സംഭവിച്ചത്. ചിലപ്പം അന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു ടെക്നോളജി ഉണ്ടാക്കി, ഗംഭീര ടെക്നോളജിയായി. ഇപ്പം ഈ 3 ബോഡി പ്രോബ്ലത്തിൽ പറയുന്ന പോലെ ഒരു നാനോ ഫൈബർ, ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ ഒരു ടെക്നോളജി നമ്മളുടെ മൊത്തത്തിലുള്ള മനുഷ്യരാശിനെ തന്നെ ഇല്ലാതാക്കാൻ ഉതകുന്ന ഒരു ടെക്നോളജി നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്പോസ് ചെയ്യും. ആരും അറിയാതെ, ഇനി ഫ്യൂച്ചറിലുള്ള ഒരാളും അറിയാതെ നമ്മൾ ഡിസ്പോസ് ചെയ്യും. കാരണം എന്താ? അത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവും. അതുകൊണ്ടാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത്. ഇതേപോലെ അന്ന് പിരമിഡ് ഉണ്ടാക്കിയ ടെക്നോളജി അവർ ഡിസ്പോസ് ചെയ്തിരുന്നെങ്കിലോ? അതെ,
അങ്ങനെ ആവാം. ഞാൻ ലൈക്ക് അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു സിവിലൈസേഷൻ തന്നെ ഇല്ലാതായിപ്പോയി എന്നുള്ള. അപ്പോൾ ഈ ഒരു 4,500 മേ ബി ഇറ്റ്സ് ലൈക്ക് 10,000 യെസ്. ഓർ ഈവൻ മോർ. അത് അവരൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിരുന്നു. നമ്മളിപ്പോൾ എങ്ങനെയാണോ ടെക്നോളജീനെ കാണുന്നത് അതേപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവർക്ക് ടെക്നോളജിയിലൊക്കെ ആക്സസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ വേറെ ഡിഫറെൻറ്റ് റൂട്ട് എടുത്തിട്ടുണ്ടാവും. നമ്മളൊരു എന്താ പറയുക കമ്പഷൻ എൻജിൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഇൻ്റർനെറ്റ് ആ ഒരു വഴിക്ക് പോയപ്പോൾ അവർ വേറെ ഏതോ ടെക്നോളജിയുടെ റൂട്ട് എടുത്ത് പോയി. അപ്പോൾ അത് മേ ബി ബിക്കോസ് ഓഫ് സം നാച്ചുറൽ കലാമിറ്റി ഒന്നെങ്കിൽ ആ സിവിലൈസേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നശിച്ചു പോയി. അല്ല, അവർ ചിലപ്പോൾ ഇവിടുന്ന് അവരേ പോയിട്ടുണ്ടെങ്കിലോ, ആ ഒരു സിവിലൈസേഷൻ മൊത്തത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി. ആ ടെക്നോളജി വഴി അവർ മറ്റൊരു ഡയമെൻഷനിലേക്ക് അവർ കടന്നു. അങ്ങനെയാവാം. കാരണം ഈ ഏതൊക്കെയൊക്കെയോ കഥകളിലും ഈ പറഞ്ഞ പോലെ ഏലിയൻ സ്റ്റോറീസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സാധനം, ഒരു മൊമെൻറ്റിൽ നമ്മളുടെ ടെക്നോളജിയുടെ എക്സ്ട്രീമിൽ നമ്മൾ ചിലപ്പോൾ ഒരു പോർട്ടൽ ഉണ്ടാക്കും. ഒരു പോർട്ടൽ ഉണ്ടാവും. ഇപ്പം സ്റ്റാർഗേറ്റ് പ്രോജക്റ്റ് ഡിഫറെൻ്റ് ആണ്. സ്റ്റാർഗേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗത്തിൽ മാഗ്നറ്റിക് എനർജി ഉണ്ടാക്കിക്കൊണ്ട് ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഫിയർ. അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൊരു പോർട്ടൽ ക്രിയേറ്റ് ആവും. ആ പോർട്ടലിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഇറങ്ങുന്നത് മറ്റൊരു യൂണിവേഴ്സിലായിരിക്കും. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് സ്റ്റാർഗേറ്റ്. ഇങ്ങനത്തെ ഒരു സാധനം ഭൂമിയിൽ പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ചിലപ്പോൾ വെറുതെ ഒരു കവാടം ഉണ്ടാക്കി വെച്ചതായിരിക്കാം. പക്ഷേ ഒരുപാട് കോൺസ്പിറസീസ് പറയുന്നത് സ്റ്റാർഗേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിലൂടെ പോർട്ടലുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിലൂടെ പല സിവിലൈസേഷൻസും ഈ യൂണിവേഴ്സിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിലേക്ക് ചെന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാൻ ആ പ്രൊജക്ട് സ്റ്റാർഗേറ്റിന്റെ വീഡിയോ അടുത്താണ് കാണുന്നത്. പ്രൊജക്ട് സ്റ്റാർഗേറ്റ് ഡിഫറെൻ്റ് ആണ്. പ്രൊജക്ട് സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇത് സ്റ്റാർഗേറ്റ് എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. പ്രൊജക്ട് സ്റ്റാർഗേറ്റിന്റെ വീഡിയോന്റെ തുടക്കത്തിൽ സുൽത്താൻ പറയുന്നുണ്ട് CIA ഒരു പ്രൊജക്ട്. അതെ. അപ്പോൾ അത് ലൈക്ക് ഐ ബിലീവ് ഇറ്റ്സ് റിയൽ. ലൈക്ക് അതിന് കാരണം അത് ഓൾറെഡി പേപ്പേഴ്സ് പുറത്തിറങ്ങിയ ഒരു സാധനമാണ്. ബ്ലൂ ബുക്കും അതേപോലെ തന്നെ പുറത്തിറങ്ങി. ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്? ഇത് മറ്റൊരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ഇതിന് വേണ്ട വില കൊടുക്കില്ല എന്ന് നമുക്ക് തോന്നുന്നോണ്ടല്ല നമ്മളിത്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അതായത് നമുക്ക് ഇപ്പം ബയോളജിക്കലി ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു പവർ ഒരു സ്ഥലത്തുണ്ട് എന്ന് വിചാരിക്കുക. ഫിസിക്കലി ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്തൊരു പവർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ നാച്ചുറലി ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കില്ലേ? ഇതേപോലെയാണ് കോൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കനെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ള മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന തോട്ടിലേക്ക് റഷ്യ എത്തിയപ്പം എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാന്ന് അമേരിക്കൻ ചിന്തിച്ചു. റഷ്യ അവിടെ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു മുറിയുടെ ഉള്ളിൽ ആ കണ്ണടച്ചിരിക്കുന്ന ഒരാൾ അമേരിക്കയിലുള്ള ചാരന്മാർ എന്ത് ചെയ്യുന്നു എന്ന് ഇവിടെ ഇരുന്ന് പറയും. അയാൾക്ക് ഇവിടെ ഇരുന്ന് പറയാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് അവർ തെളിയിക്കുന്ന തെളിവുകളെ കുറിച്ചാണ് സ്റ്റാർഗേറ്റ് പറയുന്നത്. അമേരിക്ക CIA പറഞ്ഞ പോലെ തന്നെ അവിടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചാരപ്രവൃത്തി നടത്തുക. അതായത് ഇവിടെ ഞാൻ ഇരുന്ന് നമ്മൾ ഡ്രോണൊക്കെ ഒന്ന് വിടുന്നില്ലേ, അത് സയൻറ്റിഫിക്കലി ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അന്ന് ഇവിടെ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് ഓക്കെ ഇന്ന സ്ഥലത്ത് ഇന്ന ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സൈക്കിക്ക് പറയുകയാണ്. അതായത് ഇത് കഴിവുള്ള ഒരാൾ, ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ള ഒരാൾ അയാൾ പറയുകയാണ് ഒരു ടെലിപ്പത്തിയിലൂടെയോ അല്ലെങ്കിൽ ഇതിനെ ശരിക്കും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് വ്യൂവിംഗ് എന്നാണ്. അതായത് ഒരു സ്ഥലത്തിരുന്ന് മറ്റൊരു സ്ഥലത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെ ഇവിടെ ഇരുന്ന് പറയാൻ കഴിവുള്ള ആളുകൾ. ഇന്നൊക്കെ തട്ടിപ്പ് പരിപാടികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ്. അന്ന് അതല്ല. അന്ന് ഈ അയ്യർ ദ ഗ്രേറ്റ് സിനിമയിലൊക്കെ ഉള്ളതുപോലെ ഇയാളൊരു ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ രക്ഷപ്പെട്ടു വന്നതിന് ശേഷമാണ് അയാൾക്ക് ഒരു സ്ഥലത്തിരുന്ന് മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഈ റിമോട്ട് വ്യൂവിങ്ങിൻ്റെ ഒരു മൂവി ഉണ്ട്, ജോർജ് ക്ലൂനിൻ്റെ മൂവിയാണ്. പേരെന്തേനും ദ മാൻ ഹൂ കിൽഡ് ദ ഗോട്ട്. ലൈക്ക് ഇപ്പോൾ സുൽത്താൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ റീകോൾ ചെയ്തതാണ്. അത് ജോർജ് ക്ലൂനിൻ്റെ മൂവിയാണ്. അവർ ഒരു ഫണ്ണി ടച്ച് കൊടുത്തിട്ടാണ് ഇറക്കിയത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ റിമോട്ട് വ്യൂവിങ് US മിലിറ്ററിക്ക് റിമോട്ട് വ്യൂവിങ്ങിൻ്റെ ഇത് കൊടുക്കുന്നതും അത് അവർക്ക് LSD കൊടുക്കുന്നതും അതോടുകൂടി അവർക്ക് പവർ ഉണ്ടാകുന്നതും ഒക്കെയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ ഇപ്പോഴും CIA
ഇങ്ങനത്തെ പ്രൊജക്ട്സിൽ ഇൻവോൾവ് തോന്നുന്നുണ്ടോ? ആവാതിരിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എങ്ങനെ പോയാലും ഒരു 70 വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷയമാണ്. 70 വർഷം മുമ്പേ ഇത്രയും ചെയ്തിരുന്ന ആളുകൾ 2024 ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? ഇല്ല. ഇല്ല. അവർ ഡീക്ലാസിഫൈ ചെയ്ത ഡോക്യുമെന്റ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവര് നമ്മളുടെ മുമ്പിൽ കാണിച്ചു വെച്ചിട്ടുള്ള, ഇപ്പൊ ഒന്നും വേണ്ട, 2019 പെന്റഗൺ റിലീസ് ചെയ്തിട്ടുള്ള കുറെ UFO വീഡിയോസ് ഉണ്ട്. അത് ആദ്യമായിട്ടാണ് അവർ കാണുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതാണ് ഇപ്പൊ ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഏലിയൻസ് നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ UFO കണ്ടിട്ടുണ്ട്, അമേരിക്കൻ ഗവൺമെന്റ് ഇതിനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നൊക്കെ. ഇവർക്ക് എന്താ ഭ്രാന്താണോ വെറുതെ ഇങ്ങനെ വന്ന് പറയാൻ? ഒരു ആർമി അല്ലെങ്കിൽ ഒരു നേവി ഓഫീസർ കുറച്ച് കാലം വർക്ക് ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അയാളൊരു വിസിൽ ബ്ലോവർ ആവുകയാണ്. അയാൾ തുറന്ന് പറയുകയാണ്, ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കോൺട്രാക്റ്റിൻ്റെ ഉള്ളിൽ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് ജോലി പോകുന്നുള്ള ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയർ നഷ്ടപ്പെടുന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ മനുഷ്യനാണ് കുറ്റബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ. ആ ഒരു സാധനം വരുമ്പോൾ നമ്മൾ കൺഫസ് ചെയ്യും. അങ്ങനെ ഒരു കൺഫെഷൻ ആവാം ഇത്. അതെ, അതും കുറെ ലോങ് ടേം വർക്ക് ചെയ്ത മിലിറ്ററി ഓഫീസറാണ്. ആവാം. വെറുതെ വന്ന് ക്രെഡിബിലിറ്റി ഇല്ലാതാക്കില്ലല്ലോ. ആവശ്യമില്ല. അയാൾ എത്ര ജെനുവിൻ ആയിട്ടാണ് അയാൾ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് വെച്ചിട്ട് അതല്ലാത്ത ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. ഈവൻ ആ കുട്ടി മറ്റേ ഏലിയൻ്റെ ഡെഡ് ബോഡി എന്ന് പറഞ്ഞു വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഫേക്കാണ് എന്ന് പറയപ്പെടുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പം അങ്ങനെ ഫേക്ക് ആണെന്ന് തെളിയും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് അയാൾ വേറെ പൊട്ടിയ വിരലുകൾ പൊട്ടിച്ചു എന്നുള്ളതല്ലാതെ മൊത്തം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെന്നുള്ളത് DNA പോലും തെളിഞ്ഞിട്ടില്ല. ചില ഭാഗങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇവർ പറയുന്നു മനുഷ്യൻ്റെ മാംസം, മറ്റ് ജീവജാലങ്ങളുടെ മാംസമൊക്കെ എടുത്ത് അയാൾ ഒരു പൾപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി, അത് വെച്ചിട്ട് അയാൾ ഉണ്ടാക്കിയൊരു രൂപമാണത്. ഇങ്ങനൊരു സാധനം ലോകം മുഴുവൻ കാണുന്ന ഒരു ഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺഗ്രസ്, അതിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു സാധനമായിട്ട് വരാൻ അയാൾക്ക് ഭ്രാന്തുണ്ടോ? മനസ്സിലായോ? അപ്പോൾ അയാൾ അങ്ങനെ ചിലപ്പം അയാളൊരു ഭ്രാന്തനായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഫേക്ക് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എന്നാലും ഇത്രയും ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള ചുറ്റും ഇരിക്കുമ്പം ഇങ്ങനൊരു സാധനത്തിന് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് ആരെയും പറയും. പൊളിച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക്. ഒന്നും വേണ്ട, ഞാനും താങ്കളാണ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ദിവസം കൊണ്ട് പൊളിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് അത് എന്തുകൊണ്ട് പൊളിയുന്നില്ല? അപ്പോൾ എന്തൊക്കെയൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ ഇത് ഞാൻ എടുക്കുക ചിന്തിക്കാറുണ്ട്, ഇത് ടു മച്ച് ഇൻ ടു ഇങ്ങനത്തെ ഡീപ്പ് ഷിറ്റ് ആകുമ്പോൾ ഇതൊക്കെ നമ്മളെ പോലെ ഈ ഒരു എന്താ പറയുക, ജസ്റ്റ് എയ്പ്സ്, വി ആർ ജസ്റ്റ് എയ്പ്സ്, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു റൂളിംഗ് ക്ലാസിൻ്റെ ഒരു വെപ്പൺ ആയിക്കൂടെ എന്നുള്ള. ഇപ്പോൾ ഏലിയൻസ് ആയാലും ഈ പറയുന്ന പോലെ ഇപ്പോൾ കോൺഗ്രസ്സിലാണ്, നമ്മുടെ മുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. പണ്ടത്തെ പോലെ നമ്മളെ ജസ്റ്റ് ഒരു ബിഹൈൻഡ് ദ ഡോർസ് കോൺസ്പിറസി അല്ല, ലൈക്ക് ലൈവായിട്ട് TV വന്നിട്ടാണ് US കോൺഗ്രസ്സിലൊക്കെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇതൊരു ഡിസ്ട്രാക്ഷൻ ആവാൻ, ഒരു ഡിസ്ട്രാക്ഷൻ ടൂൾ ആവാൻ സാധ്യതയില്ലേ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സപ്പോസ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഏലിയൻസ് ഒന്നും ഇല്ല എങ്കിൽ ഈ പറയുന്ന ടെക്നോളജി ഉണ്ട്, മനസ്സിലായോ? അതായത് നമ്മളിൽ നിന്നും മറച്ചു വെക്കാൻ ചിലർ ആഗ്രഹിക്കുന്ന ടെക്നോളജീസ് ഉണ്ട്. അതവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് സൈറ്റിങ്സ് ഉണ്ടാവുന്നത്. ഇപ്പം നമുക്കൊരിക്കലും ഒരു ഡിസ്ക് ഷേപ്പിലൊരു ഫ്ലൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മളൊക്കെ സാധാരണ നമ്മൾ കാണുന്ന എയറോപ്ലെയിൻ്റെ ഷേപ്പിലുള്ള സാധനങ്ങൾ, അതിൽ നിന്ന് കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസൊക്കെ യുദ്ധവിമാനങ്ങൾക്ക് പോലും നമ്മൾ കണ്ടിട്ടുള്ളൂ. ഡിസ്ക് ഷേപ്പ് ഒരു സാധനം പോകുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ കാലങ്ങളായി ഇങ്ങനെ സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നു. കണ്ട അത്രയും ആൾക്കാരുണ്ട്, അവർ പറയുന്നു ഞാൻ കണ്ടു എന്ന് പറയുന്നു. എത്രയോ ഫോട്ടോസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ തന്നെ ഈ ഒരു സാധനം കണ്ട് കഴിഞ്ഞതിന് മുമ്പത്തെ മാസം ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം നേപ്പാളിലോ ഭോപ്പാലിലോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എവിടെ, ഞാനത് ഇത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഒരാൾ കാണുന്നു, അത് ഡ്രോണാണെന്ന് പറയാം. അങ്ങനത്തെ ഒരു ഡ്രോണും ഞാൻ കണ്ടിട്ടില്ല. സോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇപ്പോൾ രാത്രി വീട്ടിൻ്റെ പുറത്ത് വെറുതെ ഇരിക്കുകയാണ്, ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ ഇതാരെങ്കിലും. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് പലപ്പോഴും പറഞ്ഞാൽ സ്കൈ വാച്ചിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത് കാണും. മൂവ് ചെയ്ത് പോകുന്നത് സ്വാഭാവികമാണ്, അങ്ങനെ മൂവ് ചെയ്ത് പോകും. ചിലപ്പോൾ അത് മറ്റേ സ്പേസ് സ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാറ്റലൈറ്റ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലെയിൻസ് ആയിരിക്കാം, സ്റ്റാർലിങ്ക് ആയിരിക്കാം. സ്റ്റാർലിങ്ക് പിന്നെ ഒരുമിച്ച് ഇങ്ങനെ പോകല്ലോ. ഞാൻ പറയുന്നത് ഇതൊന്നും അല്ലാതെ കുറച്ച് നേരം ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് ഇരുന്ന മുപ്പുറം ഇങ്ങോട്ട് പോയി അത്രയേ ഉള്ളൂ സാധനം. അത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണേ ഒരാൾ ഡ്രോണാണ്.
അത്രയും ഉയരത്തിൽ ഡ്രോൺ പോവുമോ? ഇല്ല. നമുക്കറിയാം ആ ഡ്രോണിന് നമുക്കറിയാം എങ്ങനെയാണത് പോവുക. ഇത് കുറച്ച് നേരം ഇങ്ങനെ പോവും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സ്പീഡ് പോവും, പിന്നെ ഇങ്ങനെ പോകും. ഇതൊക്കെ പോകണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം ബ്രോ ഒരു ഏലിയൻ ആണെന്ന് വിചാരിക്കുക. ബ്രോയ്ക്ക് സ്വന്തമായിട്ടൊരു UFO ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ബ്രോനോട് പറയുകയാണെങ്കിൽ രാത്രി മാത്രം പോയാൽ മതി. പോണ സമയത്ത് ഫ്ലൈറ്റ് പോകണ ആരും മിന്നിച്ച് പൊയ്ക്കോ. പൊട്ടന്മാരാണ് നമ്മളതാ മിന്നുണ്ട് ഫ്ലൈറ്റാ അല്ല നമ്മൾ പറയാ അല്ലെ. ബുദ്ധിയുള്ള നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ ഏലിയൻസ്. ഏതോ ഒരുത്ത് നോക്കണ്ടായിരുന്ന കുറച്ചു നേരം മിന്നിച്ച് കഴിഞ്ഞാൽ ഓനോന്റെ പരിപാടിക്ക് പോകും. ഇത്രേ ഉള്ളൂ കാര്യം. സോ ടെക്നോളജി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്. അത് നമ്മളിപ്പോൾ കാണുന്ന സാധനങ്ങളല്ലാതെ അതിൻ്റെ അപ്പുറത്തെ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഒരിക്കൽ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിക്ലാസിഫൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വരും ചെയ്യും. ഒരു വേൾഡ് വാറിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവാം. ഇപ്പം ഒരു സിഗ്നൽ, ഇപ്പം ബ്രോ നേരത്തെ പറഞ്ഞ ഒരു കോണ്ടാക്ട് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പം 3 ബോഡി നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറയാത്തത്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 400 വർഷങ്ങൾ കൊണ്ട് അവിടെ എത്തും, നിങ്ങളെ ഞങ്ങൾ കീഴടക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ദൂരെന്ന് വരെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ മെഷീൻ ഗണ്ണും ടാങ്കും വെച്ചിട്ട് നമുക്ക് ഇരുന്നാൽ നടക്കുമോ? ഇല്ല. അവർ വരുമ്പോൾ അവരുടെ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ഇവിടെ കഴിഞ്ഞൊരു 100 വർഷമായിട്ട് ടെക്നോളജി ഉണ്ടാക്കുന്നില്ല എന്താ ഉറപ്പ്? അതെ, അടുത്ത 200 വർഷത്തിനുള്ളിൽ ടീം ഇവിടെ ഇറങ്ങും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ സാധനം വേണം. പക്ഷെ ഇത് ജനങ്ങളറിയാൻ പാടില്ല. ജനങ്ങളോട് പറയുകയാണെങ്കിൽ ജനങ്ങൾ ആത്മഹത്യ ചെയ്ത് കളയും. കാരണം 200 വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും ആരും ചിന്തിക്കില്ല. 200 വർഷം കഴിഞ്ഞാൽ ഏലിയൻസ് വരും എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ എപ്പോഴേ ചാവാന്ന് വിചാരിച്ചിട്ട് ചാവുന്ന ആൾക്കാരാണ് കൂടുതലും. ഇനി അങ്ങനെ ആവണമെന്ന് വിചാരിച്ചോ. അപ്പോഴും പ്രശ്നം എന്താണെന്നറിയോ? എന്തായാലും ഏലിയൻസ് വന്ന് ഇതൊക്കെ തകർക്കും. പിന്നെ ഞാൻ തന്നെ വീടുണ്ടാക്കണം, ഞാൻ തന്നെ ജോലിക്ക് പോണ്. നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമോ? എക്കണോമി തകർന്നു പോവില്ലേ? സോ ഇതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ട് അവരെന്ത് ചെയ്യും? ജനങ്ങൾ ഇത് അറിയണ്ട. നമുക്കിവിടെ രഹസ്യമായിട്ട് ഏരിയ 51 കുറച്ച് ടെക്നോളജി ഉണ്ടാക്കി വെച്ചേക്കാം. അവർ വരുമ്പോൾ വെടിവെക്കാം. ഇതൊന്നും ജനങ്ങളോട് പറയണ്ട. ഇന്ന് ഈ സാധനം വെച്ച് തുരുമ്പ് പിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നും എടുത്ത് പറത്തണ്ട ഇടയ്ക്ക്. അങ്ങനെ പറത്തുന്നതായിരിക്കും ചിലപ്പോൾ. ബോബ് ലസാർ അതാണല്ലോ പറയുന്നത്, അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. എവിടുന്നോ കണ്ടു കിട്ടിയ. അവിടെ അങ്ങനത്തെ ഒരുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരുത്തനുണ്ടാവുമല്ലോ. അപ്പൊ അവിടുന്ന് എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓനാണെങ്കിലോ പറയണത് 400 വർഷത്തിന് ശേഷം ഒരുത്തം വരുന്നുള്ളൂ. വെറുതെ ഒന്ന് വണ്ടി ഓടിക്കാൻ വേണ്ടി പുറത്തു പോയ ചെറിയ കുട്ടിയാണെങ്കിലോ. അതെ, അല്ല അവിടുന്ന് ഒരുത്തൻ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നു, അവൻ കൂടെ കുടുങ്ങിപ്പോയി. പിന്നെ നമ്മളെ കൂടെ നിന്നിട്ട് ടെക്നോളജി നമുക്ക് തരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, പോസിബിൾ ആണ്. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, ഏലിയൻസ് ലെറ്റ്സ് ഇമാജിൻ ടുമോറോ മോർണിംഗ് ഏലിയൻസ് ഇൻവേഷൻ ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയാ റിലീജിയൻ എവിടെയായിരിക്കും ഇതിനെ സംബന്ധിച്ചിട്ട്? അതാണ് ചോദ്യം. ഏലിയൻസ് ഇവിടെ വന്ന ആദ്യം പെട്ടുവന്ന അവരായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല 2018 പ്രളയം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 15-20 ദിവസത്തേക്ക് ഇവിടെ മതത്തിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ചിട്ടില്ല, മറന്നേ പോയി. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് ഇസ്തിരിയിട്ട് ഉടുപ്പിടാൻ തുടങ്ങിയപ്പോഴാണ് മതമൊക്കെ വന്നത്. മനസ്സിലാവുണ്ടോ? സൗകര്യങ്ങൾ കൂടുമ്പോഴേ ഇത് വരൂ. സൗകര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് വരില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ട്, സൗകര്യങ്ങളൊന്നും തീരെ ഇല്ലാതാവുമ്പോഴും ആളുകൾക്ക് വിശ്വസിക്കാൻ എന്തെങ്കിലും വേണം. ആ കാര്യത്തിലൊക്കെ മതം മതമല്ല. അതെ, ദൈവം. അപ്പൊ ദൈവമാണ്. അപ്പൊ ദൈവത്തിന് ജാതി മതം ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പം ഞാൻ കുറേ നേരം കൃഷ്ണനെ ആരാധിച്ചു, എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും കർത്താവിനെ, കിട്ടിയാലോ. അപ്പോൾ എൻ്റെ മതത്തിലെ ഞാൻ വിശ്വസിക്കുമെന്ന് ഒരുത്തനും ചിന്തിക്കില്ല. പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അവൻ എല്ലാ ദൈവവും ഒന്നായിരിക്കും. സൗകര്യം കൂടുമ്പോഴാണ് സംഭവം. ശരിയാണ്, സൗകര്യം കൂടുമ്പോൾ ദൈവത്തിന് മറക്കും. ഇപ്പം ബ്രോയ്ക്ക് കഷ്ടപ്പാടുള്ളൊരു മൊമെന്റ്, അപ്പോഴല്ലേ ബ്രോ ദൈവമേന്ന് വിളിക്കുക. അതെ അല്ലേ? സുഖം, എല്ലാ ദിവസവും ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമ്മളാരും വിളിക്കില്ല, നമ്മളാണ് എല്ലാം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ കഷ്ടപ്പാട് നമ്മൾ വിളിക്കുന്ന ദൈവത്തിന് ഒരിക്കലും മതം ഉണ്ടാവില്ല. സൗകര്യം കൂടുമ്പോൾ ദൈവം പോവും, മതം വരും. സൗകര്യം കുറയുമ്പോൾ മതം പോവും, ദൈവം വരും. ഇതിൻ്റെ ഇടയിൽ നിൽക്കണം, അതാണ് കാര്യം. റാഡിക്കലാവാതെ. അതാണ് ഫ്രീ തിങ്കിങ് എന്ന് ഞാൻ പറഞ്ഞു. അതെ, അതായത് ഒന്നിലും നമ്മൾ പെടുന്നില്ല. യുക്തി വേണോ യുക്തി, ഭക്തി വേണോ ഭക്തി, അത്രേ ഉള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണാൻ പോവുക, അത് ഒരു ഡയറക്ടർ ചെയ്തിട്ടുള്ളതാണ്. അതിൽ വരുന്ന പ്രേതം ഹൊറർ സിനിമയാണ് കാണാൻ പോകുന്നത്, ഒരാൾ അഭിനയിച്ചിട്ടുള്ളതാണ്, അതിലെ ഗ്രാഫിക്സാണ് എല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റുമോ? എൻജോയ് ചെയ്യാൻ പറ്റുമോ? നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. കാരണം പൈസയും കൊടുത്തിട്ട് ഇതൊക്കെ ഗ്രാഫിക്സാണ്,
പ്രേതപ്പ് വരും, ഞാൻ പേടിക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിരുന്നാൽ നമുക്കാണ് നഷ്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യുക്തി പുറത്ത് വെച്ചതിന് ശേഷം തിയേറ്ററിൽ കയറുക, എന്നിട്ട് പേടിക്കുക മാക്സിമം. അപ്പോഴാണ് നമുക്ക് പൈസ മുതലാവുന്നത്. ഇതേപോലെയാണ് ദൈവം. ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. എൻ്റെ യുക്തിചിന്തയൊക്കെ ഞാൻ എന്ത് ചെയ്യും? താഴെ വയ്ക്കും. എന്നിട്ട് ഞാൻ അമ്പലത്തിൽ കയറും. അമ്പലത്തിൽ കയറിയിട്ട് ഞാൻ തൊഴും. ഞാൻ തൊഴുത് ചിലപ്പോൾ പുണ്യാഹം തരുന്ന ഇത് കുടിക്കും. ശയനപ്രദർശനം നടത്താൻ അമ്മ പറഞ്ഞാൽ ചെയ്യും. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? ഇപ്പോൾ ബ്രോ ജീവിക്കുന്ന എല്ലാ ബ്രോൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാനല്ലല്ലോ. അല്ല, ബ്രോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചിലപ്പോൾ ബ്രോയുടെ അമ്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യും. അതെ അല്ലേ? ഇപ്പോൾ ബ്രോൻ്റെ സുഹൃത്തിന് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആൾക്കിപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പം റഹ്മത്ത് കയറിയിട്ട് ഒരു ബീഫ് ബിരിയാണി കഴിക്കാനാണ് താല്പര്യം എന്ന് വിചാരിക്കാം. ബ്രോയ്ക്ക് അത് താല്പര്യമില്ല. പാരഗണ് പോയി ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് താല്പര്യം. അതെ. അപ്പം ചിലപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, അവനതല്ല ഇഷ്ടം, നമുക്ക് അവിടെ പോവാം. നമ്മൾ കോംപ്രമൈസ് ചെയ്യും ചില കാര്യങ്ങൾ. ദാറ്റ്സ് ലൈഫ്. ചില സാധനങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഇതിനെയാണ് ഫ്രീ തിങ്കിങ്. ഒന്നും നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല, നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. ഐ അഗ്രി. എന്താ പറയാ, അത് ഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യരുത്. നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനമാവണം ഫോർ ലവ്ഡ് വൺസ്. അത്രേ ഉള്ളൂ. ലൈഫ് ഈസിയാണ് ഒന്നും കൂടെ. കാരണം നീ ദൈവത്തിന് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നൊരാളോട് പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പറഞ്ഞാൽ എന്താ പ്രശ്നം? അതെ, കോൺഫിഡൻസ് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് വിശ്വസിക്കാത്ത ആൾക്കാർ, എത്തിയസ്റ്റുകൾ തിയസ്റ്റിനെ ബാഷ് ചെയ്യുന്നത്. അത് മണ്ടത്തരാണ്. അതിന്റെ കാരണം അവർ അതിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. എക്സാക്ട്ലി. അവര് ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. യുക്തിവാദിക്കും ഉണ്ട്, വിശ്വാസിക്കും ഉണ്ട് അന്ധവിശ്വാസം. അതാ ഞാൻ പറഞ്ഞത്, അതിനൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. അത് അന്ധതയിലേക്കും പോകാൻ പാടില്ല, തിരിച്ചും പോകാൻ പാടില്ല. നമ്മളതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദൈവമില്ല എന്ന് പറയുന്നതോ മതമില്ല എന്ന് പറയുന്നതോ മാത്രമല്ല യുക്തിവാദം. ഞാൻ പറയാറുണ്ട്, മരിച്ച വീട്ടിൽ പോയിട്ട് ചിരിക്കാതിരിക്കുക എന്ന് പറയുന്നതും യുക്തിയാണ്. സോ എല്ലാവരും യുക്തിവാദികളാണ്. ചില വിഷയങ്ങൾ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും? യുക്തി ഒന്ന് മാറ്റി പിടിക്കും. അതായത് ഇപ്പം കാർത്തിക് സൂര്യൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റേ ശൂലം കുത്തിയിട്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അതിന് ഞാൻ ഒരു വീഡിയോ ചെയ്തു. പോസിറ്റീവായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം അയാളുടെ വിശ്വാസം അതാണ്. അയാൾക്ക് സക്സസ് ഉണ്ടാക്കിയത് സുബ്രഹ്മണ്യനാണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ കാവടി എടുക്കട്ടെ. നിങ്ങളുടെ തോളിലൊന്നല്ലല്ലോ കാവടി കൊണ്ട് അല്ല, അയാളുടെ കവിള് അയാളുടെ ഇഷ്ടത്തിന് അയാൾ കുത്തി. പക്ഷെ ആളുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തും. അപ്പം അയാൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്. ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു. അയാൾ കിലോമീറ്റേഴ്സ് മാരത്തോൺ ഓടി തളർന്നു വീണ വീഡിയോ അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ 6 പാക്ക് ഉണ്ടാക്കണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എത്ര പേര് 6 പാക്ക് ഉണ്ടാക്കി? ഇത് കണ്ടിട്ട് എത്ര പേര് മാരത്തോൺ ഓടി? പിന്നെ അയാൾ ശൂലം കുത്തിയാൽ മാത്രം ശൂലം കുത്തുന്ന ആൾക്കാർ ശൂലം കുത്തട്ടെ എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ചിലപ്പം ശയനപ്രദർശനം ചെയ്യുന്നതാണ് എൻ്റെ കോൺഫിഡൻസ് എങ്കിൽ ഞാനത് ചെയ്യും. ഞാൻ മറ്റൊരാളെ കൊണ്ട് ശയനപ്രദർശനം ചെയ്യിപ്പിക്കുന്നില്ലല്ലോ, എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നൊരു കാര്യമല്ലേ. സോ അയാൾ ചെയ്യട്ടെ, അതാണ് അയാളുടെ വിശ്വാസമെങ്കിൽ അത് അയാൾ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. ഈ ശൂലം കുത്തുന്ന ആൾക്കാർ അന്ധവിശ്വാസം കൊണ്ടാണ് കുത്തുന്നതെന്ന് പറയുന്നു. അന്ധവിശ്വാസം അയാളത് കണ്ണ് കുത്തുമ്പോഴാണ്. അയാൾക്ക് ദൈവം സുബ്രഹ്മണ്യൻ എന്തൊക്കെ പറഞ്ഞാൽ അയാൾ കണ്ണ് കുത്തുമോ? ഇല്ല. കാരണം സുബ്രഹ്മണ്യൻ കൂടെ ഉണ്ടാവില്ല, അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. കവിള് കുത്തിക്കഴിഞ്ഞാൽ അത് ഉണങ്ങും, അതെന്തായാലും ഉണങ്ങും. സോ അവിടെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നൊരു സാധനം. നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നത് മാക്സിമം കവിള് കുത്താം, അവിടെ കണ്ണ് കുത്തില്ല. ദൈവമേ രക്ഷിക്കുക പറഞ്ഞിട്ട് 10 നില ബിൽഡിംഗ് ആരെയും താത്തിക്കാടോ? എത്ര വിശ്വാസിയാണെങ്കിൽ താത്തിക്കാടോ? ഇല്ല. അത് പൊതുവേ നാട്ടിലുള്ള പരിപാടിയാണ്. ആളുകൾ എന്താണോ ചെയ്യുന്നത് അതിനെ കുറ്റം പറയാൻ, നാട്ടുകാരെ പേടിച്ചിട്ട് വേണം ജീവിക്കാൻ. അവിടെ ഞാനിപ്പം എന്താ പറയുക, മെജോറിറ്റി ഓഫ് ദ ടൈം അവിടെയാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ചിന്തയെ തലയിലില്ല. ഞാൻ ഷോർട്സ് ഇട്ട് ഇറങ്ങിയ ആൾക്കാരെന്ത് പറയും, ഞാനൊരു ചെരുപ്പിന് പകരം ബെയർ ഫുട്ട് ആയിട്ട് ഇറങ്ങിയാൽ ആൾക്കാരെന്ത് പറയും, ഞാനൊന്ന് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും, അങ്ങനത്തെ ഒരു ചിന്തയില്ല. അത് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നോ അത് പ്രീ ഇൻസ്റ്റാൾ ആവാണ് ഓട്ടോമാറ്റിക് ആയിട്ട്. ഞാൻ ചിന്തിക്കുന്നില്ല, അത് ഇല്ല, അവിടെ അങ്ങനെ ആരും ചിന്തിക്കുകയില്ല. ഓഫ് കോഴ്സ് അവിടെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, തുറന്നു പറയാത്തായിരിക്കും. പക്ഷെ വേറൊരാളെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യുക, ഇടപെടില്ല. അതെ, അത് കാണുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ജഡ്ജ് ചെയ്യായിരിക്കും, ഒന്ന് നോക്കിയിട്ട് ജഡ്ജ് ചെയ്യായിരിക്കും മാക്സിമം, അത്രേ ഉള്ളൂ. സുഖമാണ്. പക്ഷെ ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അപ്പം മുതൽ അത് ഒരു പ്രീ കൺസീവ്ഡ് നോഷനാണ്. ഞാനിപ്പം ഇനി അങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത്. വേറെ ഒരു കാര്യം കൂടെ ചോദിക്കണം എന്ന് വിചാരിച്ചത്, ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു സോഷ്യൽ സൈക്കോളജി വീഡിയോ. അതും ചെയ്തിരുന്നു. ഇന്നലെയും കൂടി ബിഗ് ബോസ് ആണ് കണ്ടിട്ട്. ഇന്നലെ ചെയ്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ വീഡിയോനെ പറ്റി ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യോ?
ഒരു ബിഗ് സോഷ്യൽ ബോസ് എന്ന് പറയുന്നത് അതായത് രണ്ട് രീതിയിലാണ്. ഇപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞു. അതായത് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ് എന്ന് വിശ്വസിച്ച് അതിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ഒരു വലിയ ശതമാനം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനൊരു മൈൻഡ് ഗെയിമായിട്ടും ഒരു ചെസ്സ് എങ്ങനെയാണ് ഒറ്റയ്ക്ക് പ്ലേ ചെയ്യുന്നത് എന്നതുപോലെ നമ്മൾ കാണുന്ന ആ രീതിയിലുള്ള ഗെയിമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന ആളുകൾക്ക് അതിൻ്റെ ഗെയിം എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ അറിയില്ല. ഞാൻ മനസ്സിലാക്കി. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല കേട്ടോ, കാരണം പുറത്തുനിന്ന് നമ്മൾ കാണുന്ന ഒരു സാധനമാണല്ലോ. അപ്പം അവിടെ ആൾക്കാരുടെ വിചാരം കുറേ തല്ലുണ്ടാക്കി, കുറേ പ്രശ്നം ഉണ്ടാക്കി, കുറച്ച് ക്യാമറേന് മുമ്പിൽ വന്ന് നിന്നാൽ വോട്ട് കിട്ടും, വോട്ട് കിട്ടിയിട്ട് ജയിച്ചു പോവാം. യഥാർത്ഥത്തിൽ അതല്ല സാധനം. അതായത് അവിടെ നടക്കുന്നൊരു ഗെയിം മറ്റെന്തോ കാര്യത്തിന് വേണ്ടി ബിഗ് ബോസ് നമുക്ക് തരുന്നൊരു ഗെയിമാണ്. അതിൻ്റെ പിന്നൊരു ലെയർ ഉണ്ട്. ആ ലെയർ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വോട്ട് കിട്ടുന്നത്. ഈ വോട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ബിഗ് ബോസ് കാണുന്ന ഇപ്പം നമ്മൾ 24/7 നമ്മൾ കാണുന്ന ലൈവ് സ്ട്രീം അല്ല, എഡിറ്റഡ് വേർഷനാണത് കാണുന്നത്. ആ എഡിറ്റഡ് വേർഷൻ എന്ന് പറയുമ്പം ബിഗ് ബോസിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ ഇപ്പം നമ്മൾ ഈ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു വേൾഡിൽ ബ്രോ സംസാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി, മറ്റൊരു വേൾഡിൽ ഞാൻ വന്നിട്ടില്ല. അങ്ങനെ പല പല ലെയേഴ്സ് ഉണ്ട്. സോ 12 ആൾക്കാരാണ് ബിഗ് ബോസിൽ കളിക്കുന്നത് എങ്കിൽ 12 ലെയറുകൾ ഉണ്ടാവും ഒരു പ്ലാനിന് ബിഗ് ബോസിന്. അതെ, ശരിയാണ്. അങ്ങനെ ഒരു ഡം ഷാർട്സ് ആണ് കളിക്കുന്നത്. ഈ ഡം ഷാർട്സ് കളിക്കുന്ന സമയത്ത് ജാസ്മിന് കൊടുക്കുന്നത് ഈ സാധനമാണ്. ജാസ്മിൻ ഈ സാധനം കൊടുക്കുമ്പോൾ ജാസ്മിൻ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോനെ ആയിരിക്കാം, ഗബ്രീനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളായിരിക്കാം. ജിൻഡോ ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ, ഗബ്രിയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ, ഇനി ഗബ്രി റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ. ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാകും ബിഗ് ബോസിന്. എന്നാൽ ഇത് ചിന്തിച്ചിട്ട് അവിടെ പോയി ഗെയിം കളിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ശരിയാ, ഡീറ്റെയിൽ സോഷ്യൽ എക്സ്പെരിമെന്റ് തന്നെയാണല്ലേ. പിന്നെ അതാണ് അതിൻ്റെ രസം. അത് ഇപ്പം ഈ സീസൺ എന്നെ സംബന്ധിച്ചിട്ട് വേസ്റ്റ് ഓഫ് ടൈമാണ്, സീരിയസ്ലി. കാരണം അതിലൊന്ന് ഞാൻ എൻജോയ് ചെയ്ത് സിബിൻ അതിനുള്ള കയറിയ സമയത്ത് കുറച്ച് കളി ഞാൻ കണ്ടു. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ ഭയങ്കര രസമാണ്. അതായത് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ പറയും ഇത് ഇന്നതിനാണ് ഈ ഒരു ഗെയിം കൊടുത്തത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ വൈഫൊക്കെ അതിനൊന്നല്ല, ഇത് ചുമ്മാ തമാശ. ചിലപ്പോൾ നമ്മളെ കാണാനല്ലേ, അതായത് ഇങ്ങനൊരു എന്താ പറയുക, ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുന്നു, അതിന് ജസ്റ്റ് ആ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി. അത് കൊമേഴ്ഷ്യൽ, ജസ്റ്റ് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇവർ ചെയ്യിപ്പിക്കുന്നൊരു പരിപാടി. അതല്ലാതെ ടാസ്ക് ഉണ്ട്. ഈ ടാസ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് ഇവർ കളിക്കുന്നു. അത് ഇപ്പം ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഷ്രോഡിംഗറിൻ്റെ ഒരു തിയറിയാണൊരു ഹൈപ്പോത്തസിസ് ആണ് വേണമെങ്കിൽ പറയാം. ഒരു പൂച്ചേനെ ബോക്സിലിട്ടിട്ട് പൂച്ച മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നൊരു സാധ്യത. അതാണ് ശരിക്കും മൾട്ടിവേഴ്സിനെ ബേസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം. ഈ സെയിം തോട്ടിലാണ് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യുന്നത്. ഇനി ബിഗ് ബോസ് ആണ് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതാണ് കളി. ഇപ്പോൾ ബിഗ് ബ്രദറൊക്കെ അതാണ് കളി. ഇവിടുത്തെ കേരളത്തിലെ ബിഗ് ബോസിൻ്റെ കാര്യം എനിക്കറിയില്ല. ബിഗ് ബ്രദർ ഞാൻ 2-3 സീസൺ ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ 2-3 ചാനൽസിലുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസ്നിയിൽ തന്നെ ആണോ സംശയമുണ്ട്, ബിഗ് ബ്രദർ ഉണ്ട്. അതൊക്കെ ഭയങ്കര സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന ഗെയിം വന്നിട്ടുള്ളത് ഇന്ന കാര്യത്തിനാണ്, ഇതിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്ന ആളെ നമുക്ക് ഇതിന്ന് ഔട്ടാക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ ആ സാധനം കട്ട് ചെയ്തിട്ട് എപ്പിസോഡ് കയറുള്ളൂ. എപ്പിസോഡ് കയറിയാലേ വോട്ടാവുള്ളൂ. നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ, ഞാൻ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ജയിക്കും അല്ലേ? ഞാൻ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിഗ് ബോസ് എനിക്ക് കാണിച്ചു തരുന്ന എപ്പിസോഡിനായിട്ടല്ല ഞാൻ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാണിച്ചു തരുന്ന ആരാ തീരുമാനിക്കുന്നത്? ബിഗ് ബോസ് തീരുമാനിക്കുന്നത്. സോ ബിഗ് ബോസിൽ നടക്കുന്ന ഒരു സാധനത്തിനല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത്, ബിഗ് ബോസ് നമ്മളെ കാണിച്ചു തരുന്ന സാധനത്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അതാണ് പോയിന്റ്. 24 മണിക്കൂർ ഉള്ളതിൽ ഇത്രയും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ പ്രിവിലേജ്. ആ 24 മണിക്കൂറിൽ എന്ത് ബിഗ് ബോസ് കാണിക്കണം എന്ന് തീരുമാനിക്കണ ആരാ? കളിക്കുന്ന നമ്മളാണ്. അങ്ങനെ കളിക്കുന്ന എത്ര പേര് അതിൻ്റെ ഉള്ളിലുണ്ട്? ശരിയാണ്, ഞാൻ ഈ സീസൺ കണ്ടിട്ടേ ഇല്ല. ഈ സീസൺ കാണാതിരിക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഗെയിം. പിന്നെ വേറൊരു മലയാളിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. ഞാൻ അതിനുള്ളിൽ ചെന്നാൽ എനിക്കുണ്ടാവുന്ന സോഷ്യൽ മീഡിയ അറ്റാക്ക് ആര് നേരിടും, എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ കുറേ ചിന്തകളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല,
ഒരിക്കൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോവുകയാണെന്ന് തന്നെ വിചാരിച്ചോ, അവിടെ ഉള്ളത് കളി മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ പുറത്തുണ്ടെങ്കിലേ ഞാൻ പോയിട്ട് കാര്യമുള്ളൂ. നാട്ടുകാർക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫാമിലി ഓക്കെ ഇത് കളിയാണ്, അത് കഴിഞ്ഞാൽ ഞാൻ ബീയിങ് നോർമൽ ഞാൻ തിരിച്ചുവിടെത്തും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകുന്ന ഫാമിലി പുറത്തുണ്ടെങ്കിലേ നമുക്ക് അകത്ത് പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനത്തെ എത്ര പേരുണ്ട് കേരളത്തിൽ? സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഇല്ല, വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും. ഇപ്പം എൻ്റെ ഒരു തോന്നല് ഇപ്പം സാബുവിൻ്റെ ഒക്കെ ഫാമിലി ചിലപ്പോൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. അയാൾ അവിടെ എന്ത് ഗെയിം കളിച്ചു കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ അയാൾ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുക. ബാക്കിയുള്ള സീസൺസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം മണിക്കൂട്ടനൊക്കെ എന്തിന് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ, സീരിയസ്ലി. കാരണം കുറേ ഡാൻസ് കളിച്ചു, കുറേ അഭിനയിച്ചു, അതൊന്നല്ല ഗെയിം അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ഡേഞ്ചർ ഫിറോസ് വന്നു, കിടലും ഫിറോസും ഡേഞ്ചർ ഫിറോസും തമ്മിൽ കുറേ ഇയാൾ മനഃപൂർവ്വം അവിടെ വന്നിട്ട് എല്ലാ ഗ്രൂപ്പിനെയും പൊട്ടിച്ചു എന്നുള്ള അതൊരു ഭയങ്കര ഗെയിമാണ്. നമ്മൾ പ്രീ പ്ലാൻഡ് അല്ല, ഗെയിമാണത്. ഇതൊരിക്കലും സ്ക്രിപ്റ്റിൽ കളിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു പിങ് ബോൾ കളിക്കില്ലേ, പിങ് ബോൾ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ പോകുന്നു എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സെയിം. പക്ഷെ അത് ലക്കാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ നിന്ന് അടിക്കുന്ന പവർ പോലെ, നമ്മൾ ഏത് ആംഗിളിൽ അടിക്കുന്നു എന്നുള്ളത് പോലെ അതിൽ മൊത്തം മാറ്റങ്ങൾ സംഭവിക്കും. ഞാനിവിടെ നിന്ന് അടിക്കുന്നത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി പോകുന്നത് ആ ബോളാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഫിസിക്സാണ് തീരുമാനിക്കുന്നത്. സോ ഇതേപോലെ വിടുക, അതിൻ്റെ ഉള്ളിലേക്ക് ആളെ വിടുക എന്ന് മാത്രമേ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റൂ. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്തു, അവസാനം ചെയ്യാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഗെയിമാണ്, അത് അവിടെ ചെയ്തോന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞാൽ നമ്മളറിയില്ല, വീണ്ടും കാണിച്ചു തരുന്നത് നമ്മൾ കാണുന്നത്. അതെ. സോ ഇത് ഒരു തോട്ട്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ പവർ ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അതായത് ക്യാപ്റ്റനേക്കാളും പവറുണ്ട്, അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്, അവർ സുഖലോലുപതയിൽ ജീവിക്കുന്നു. ഇതെന്തുകൊണ്ട് ഒരു പ്രത്യേക സീക്രട്ട് സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സാധനം ആയിക്കൂടാന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അതിൻ്റെ മുകളിൽ ഒരു 4 ആളുകൾ പവർ ടീമായിട്ട് നിൽക്കുന്നു. ആ പവർ ടീമിന് തീരുമാനിക്കാം ഇന്ന് നീ ഭക്ഷണം കഴിക്കണ്ട, ഇന്ന് നീ ഗെയിം കളിക്കണ്ട എന്ന് പവർ ടീമിന് തീരുമാനിക്കാം. അതെന്തുകൊണ്ടൊരു സീക്രട്ട് സൊസൈറ്റീൻ്റെ റെപ്രസെൻറ്റേഷൻ ആക്കിക്കൂടാ? സീക്രട്ട് സൊസൈറ്റീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ കാരണം ഇത് നിങ്ങൾ അവിടെ കാണിക്കേണ്ട സാധനം ആയതുകൊണ്ടാണ് പറയാത്തത്. കേരളത്തിലാണ് ഈ വിഷയമുള്ള കാര്യമല്ല. ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഒരു കോൺസ്പിറസിയാണ്. പക്ഷെ അങ്ങനെ ഒരു ഗ്രൂപ്പിന് ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും തീരുമാനിക്കാൻ പറ്റും, ജനങ്ങളുടെ കൂട്ടായ്മനെ ഇല്ലാതാക്കാൻ പറ്റും. കാരണം അതിൽ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരിലെ ഈ വ്യക്തി ഇനി ഈ ഗ്രൂപ്പിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ പവർ ടീമിന് പറ്റും. നമ്മളുടെ കൂട്ടായ്മനെ, നമ്മുടെ ഒരു മതത്തിനെ തകർക്കാൻ, നമ്മളുടെ ഒരു കൂട്ടായ്മേനെ, നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടീനെ, നമ്മുടെ ഒരു സംഘത്തിനെ, എല്ലാത്തിനെയും തകർക്കാൻ ഒരു പവർ ടീമിലെ ഒരാൾ വിചാരിച്ചാൽ നടക്കും. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കിട്ടുന്നു. അവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്യാപ്റ്റന് പോകാൻ പറ്റില്ല, ക്യാപ്റ്റൻ ഗവൺമെൻറ്റാണ്. സോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്തുകൊണ്ടായിക്കൂടാ? ഇതേപോലെ നമ്മൾ ഇപ്പോൾ ബിഗ് ബോസ് കൊറോണേൻ്റെ സമയത്ത് നടത്തുന്ന സമയത്ത് മോഹൻലാൽ വരുന്നു, ഒരു ടാസ്ക് കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതേപോലെ ആയിരുന്നില്ല, നരേന്ദ്രമോദി വരുന്നു, നമുക്കൊരു ടാസ്ക് തരുന്നു, മൂപ്പർ തിരിച്ചു പോകുന്നു, നമ്മളിരുന്ന ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന സാധനവും ഇതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പോലെ നമ്മളിങ്ങനെ നിന്നിരുന്നു. സോ ഇതൊക്കെ സൊസൈറ്റി ഓരോ സമയത്തും മാറി മാറി വരുന്ന നമ്മുടെ സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചിന്തിക്കുന്നത് മണ്ടത്തരാണെന്ന് ചിന്തിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് ആണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. സീക്രട്ട് സൊസൈറ്റിയിലേക്ക് വരുമ്പം ഇല്ലുമിനാറ്റി, ഹൂ ഈസ് ഇല്ലുമിനാറ്റി? അപ്പം ചോദിക്കാം, ഇത് സീസൺ 6 ആണ്. മനസ്സിലായോ? ഓക്കെ, 6-ന് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അതെ. സോ സീസൺ 6 ഒരു പവർ ടീമിനെ കാണിക്കാം. ഭയങ്കര ഫൈൻഡിങ് ആണല്ലോ. അങ്ങനെയൊക്കെ ആവാം. ഇതൊക്കെ വെറുതെ ഉള്ള ചിന്തകൾ, വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാലോ എന്ന് വിചാരിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതെ. ഹൂ ഈസ് ഇല്ലുമിനാറ്റി ചുരുക്കി പറഞ്ഞാൽ മതി. കാരണം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ ബേസ് ലെവലിലെങ്കിലും ഇപ്പം ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നോർമൽ കൺവെർസേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കായി കഴിഞ്ഞ് മാറിക്കഴിഞ്ഞത്. അല്ല, ഇത് ഇലുമിനാറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ബവറിന് ഇലുമിനാറ്റി ഇപ്പോഴത്തെ ഇലുമിനാറ്റി ആയിട്ട് ബന്ധമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു കൂട്ടം റാഷണലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അവർ അന്ധവിശ്വാസങ്ങളിലുള്ള ഒരു കൂട്ടം പ്രീസ്റ്റുകളെ
ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ വിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നായതായിരുന്നു. പക്ഷേ അന്ന് പ്രീസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തിരുന്ന രാജഭരണമായിരുന്നു. അന്ന് ഈ ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കി എന്നാണ് ബേസിക്. ഇപ്പോൾ ആദം ബിഷപ്പിൻ്റെ ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഘത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിലൂടെ അവർ ലോകത്തെ അറിയിച്ചു. അതല്ലാതെ ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സംഘത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇലുമിനാറ്റി ഡിഫറെൻറ്റാണ്. അവർ റാഷണലിസ്റ്റുകളല്ല ശരിക്കും. അതായത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലുമിനാറ്റി എന്ന് പറയുന്ന പേര് ചിലപ്പോൾ വന്നത് അവിടെ നിന്നായിരിക്കാം. ഇലുമിനാറ്റി എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം പ്രകാശം പരത്തുന്നവർ എന്നാണ്. ഓക്കെ, അതായത് ഞാൻ ബ്രോന് എന്തെങ്കിലും ഒരു ഐഡിയ തന്നിട്ട് ബ്രോൻ്റെ ഉള്ളിലുള്ള അന്ധകാരത്തിനെ മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇലുമിനാറ്റിയാണ്. ഹൂയിസ് ഇലുമിനാറ്റി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണത്. ഞാൻ ഇലുമിനാറ്റി ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരത്തിനെ മാറ്റാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇലുമിനാറ്റിയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലുമിനാറ്റി എന്ന് പറയുന്ന സംഘം ഒരിക്കലും അങ്ങനെ ഉള്ള ആളുകളല്ല. അവർ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സ്വന്തമായിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയും ഒരു നേഷൻ ഉണ്ടാക്കുകയും ഒരു നിയമം ഉണ്ടാക്കുകയും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് നല്ലതിനാവാം ചീത്തയാവാം. അവരാഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ കഴിവുള്ളവരായിട്ടുള്ള ആളുകൾ, ആരോഗ്യമുള്ളവരായിട്ടുള്ള ആളുകൾ മാത്രം ജീവിച്ചാൽ മതി. അല്ലാത്തവരെ മുഴുവൻ, പ്രതിരോധശേഷി കുറഞ്ഞ ആളുകളെ മുഴുവൻ ഇവിടുന്ന് മാറ്റാം. എന്നിട്ട് വലിയൊരു നമ്മുടെ ഭൂമിയെ കുറഞ്ഞ സോഴ്സിലുള്ള ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു സ്പേസ് ആക്കി മാറ്റുക. ചിലപ്പോൾ ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതൊരു തോട്ടാണ്, വേറൊരാൾ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ പൽപ്പൊടി നമുക്ക് ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ പേസ്റ്റ് ഉപയോഗിക്കാം. മസാലപ്പൊടി നമുക്ക് ബഹിരാകാശത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇന്ന് പേസ്റ്റായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഭക്ഷണം പോലും എല്ലാ സാധനങ്ങളും ഇപ്പം ഏതൊക്കെയോ അതിൻ്റെ 45 മാസമോ 50 മാസമോ കേടുവരാതെ ഉപയോഗിക്കാൻ പറ്റുന്ന മീൻകറിയുടെ പാക്കറ്റ് വരാതെ പ്രഷറൈസ്ഡ് പാക്കറ്റ്. എന്തിനാ 45 മാസമൊക്കെ നമ്മൾ ആ സാധനം എടുത്ത് വയ്ക്കുന്നത്? 10 ദിവസം ഒക്കെ, കാരണം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുമ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് പോയി. 45 മാസം വരെ ഇത് കേടുവരാതെ ഉപയോഗിക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 45 മാസത്തെ യാത്ര എങ്ങോട്ടാ? എന്തായാലും ഭൂമിൻ്റെ ഉള്ളിലല്ലല്ലോ, പുറത്തേക്കല്ലേ. സോ എന്തിനാണ് ഇവർ നമ്മളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ചോദ്യം. ചിലപ്പോൾ ഒരു ന്യൂക്ലിയർ വാറാവാം. റിയലിസ്റ്റിക്കലി വളരെ അങ്ങനെ ഒരു വാറ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 45 മാസം ചിലപ്പം ഭൂമിൻ്റെ അടിയിൽ ജീവിക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും ഇങ്ങനൊരു സൊസൈറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കോൺസ്പിറസി ആണെങ്കിലും ഒരു കാര്യം സത്യമാണ്, നമ്മളെ അവരെന്തിനോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇപ്പോൾ സീക്രട്ട് സൊസൈറ്റിയും ഇതൊക്കെ മാറ്റി നിർത്തിയാലും ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് നമ്മളെ ലൈഫ്. നമ്മളെങ്ങനെയാണോ ലൈഫിനെ കാണുന്നത് അത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഇഷ്ടത്തിന് എനിക്കിഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മളെന്ത് സാധനം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന അവരാ. നമ്മുടെ മുമ്പിലേക്ക് നമ്മളൊരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അവരാ. നമ്മുടെ മുമ്പിലേക്ക് അവരിങ്ങനെ കൊണ്ടുവരും. ഇപ്പം എന്ത് സാധനമായാലും നിങ്ങളൊരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് അതിങ്ങനെ വന്ന് നിറയും. മനസ്സിലായോ? വന്ന് നിറഞ്ഞിട്ട് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കും. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്? എനിക്കിഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കും. എൻ്റെ ഇഷ്ടങ്ങളെ തീരുമാനിപ്പിക്കുന്ന പോലെ അവരാണ്. സോ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളൊരു കോൺസ്പിറസി തിയറിസ്റ്റ് ആവുന്നത്. കോൺസ്പിറസി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു നെഗറ്റീവ് വേർഡ് അല്ല. ശരിക്കും പറഞ്ഞാൽ അത് കൺസീവ് ചെയ്യുന്നത് പല ആൾക്കാരും നെഗറ്റീവായിട്ടാണ്. അത് പല കോൺസ്പിറസീസും പിന്നീട് റിയൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതേ ഇപ്പം ബ്രാൻഡിൻ്റെത് പറഞ്ഞ പോലെ തന്നെ കോവിഡ് വാക്സിൻസ്, അതും ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കര ഫോഴ്സ്ഡ് ആയിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഇവിടുന്നാണ് എടുത്തത്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ വാക്സിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാക്രിഫൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, എൻ്റെ ഭാര്യയ്ക്ക് മൂകാംബിക പോകണമായിരുന്നു. അപ്പം ഞാനാ കൂടെ പോകാനുള്ളൂ. പക്ഷെ കേരളം വിട്ട് വെള്ളം വേണ്ട കേരളം വിട്ട് നമ്മൾ ബൈന്ദൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം മൂകാംബികയ്ക്ക് പോകാൻ. ബൈന്ദൂരിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാക്സിനേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ട് മാത്രം വാക്സിനേഷൻ ചെയ്ത ഒരാളാണ് ഞാൻ. ബൂസ്റ്റർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പിന്നീട് ഇല്ലാതായി പോയല്ലോ. പക്ഷെ ഇപ്പം പറയുന്നു മറ്റേ കോവിഷീൽഡ് ചെയ്ത ആൾക്കാർക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാവുന്ന പോസിബിലിറ്റീസ് ഉണ്ടെന്ന് അതിൻ്റെ തന്നെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതവർ പറയുന്നത് 1000 ആൾക്കാരിൽ 5 ആൾക്കാർക്ക് മാത്രമേ ആ പോസിബിലിറ്റി ഉള്ളതാണ്. 1000 ആൾക്കാരിൽ 5 ആൾക്കാർക്ക്.
അപ്പോൾ 10,000 ആൾക്കാരിൽ 50 ആൾക്കാർക്ക്. അതെ കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഇത്രയും കോടി ജനങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇത് സംഭവിക്കാമെന്നാണ്. അതെ ശതമാനം അവർ പറയുന്നത് ചെറുതാണെങ്കിലും ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് അതിൽ പെട്ടുപോകുന്ന ആളുകളുടെയും എണ്ണം കൂടും. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരു പരിധി വരെ ഒരു സ്ഥലത്ത് എനിക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ വരാത്ത ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് എനിക്ക് പോകും. പക്ഷേ വാക്സിനേഷൻ ചെയ്തതോടുകൂടി എനിക്ക് ഒരു ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസമൊക്കെ നിൽക്കും. അത് വാക്സിനേഷൻ ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആസ് എ കോൺസ്പിറസി തിയറിസ്റ്റ് ഞാൻ ആലോചിക്കുമ്പോൾ ഇതിനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇത് ഞാൻ മാത്രമല്ല, പല ആൾക്കാരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലർജി വരുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ പെയിൻറ് പണിക്ക് മാസ്ക് ഇല്ലാതെ പോയിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ അലർജി വരുന്നുണ്ട്. അത് നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ തന്നെ ഒരു വാക്സിന് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, ഹ്യൂജ് പ്രോസസ്സാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ കട്ട് ഷോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എത്തിയല്ലോ ഇത് മാർക്കറ്റിലേക്ക്. ഒന്നും വേണ്ട, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളോട് ചുമ്മാ ചോദിച്ചു നോക്കുക. അതായത് നമ്മളിപ്പോൾ ജലദോഷം അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ സിട്രസിൻ കഴിക്കും. സിട്രസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ജലദോഷവും അലർജിയും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പം ഡോളോ 650 സിട്രസിൻ എന്ന് പറയുന്ന മരുന്ന് ആരും വാങ്ങുന്നില്ല. കാരണം അതിനുകൊണ്ട് കാര്യമില്ല. അതേ മരുന്ന് തന്നെയാണ് ഇപ്പോഴും, പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല. അപ്പം അതിൻ്റെ കാരണമായിട്ട് പലരും പറയുന്നത് വാക്സിൻ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്നാണ്. എന്നാലും നമുക്കിപ്പോൾ ആൻറ്റിബയോട്ടിക് ഒന്നും വേണ്ട രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നു. അതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, വെറുതെ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാർ കൂടുതലാണ്. പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കി മരുന്ന് കണ്ടുപിടിച്ച് മരുന്ന് കഴിച്ചു തുടങ്ങി. അതൊരു പോസിബിലിറ്റി ആണെന്ന് പലരും പറയുന്നു. പക്ഷേ ഇതും ഒരു കോൺസ്പിറസി ആയിട്ട് പലരും പറയുന്നുണ്ട്, വാക്സിനേഷന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോ. ഓക്കെ. അപ്പോൾ ഈ വാക്സിൻ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഇപ്പം ഞാനൊക്കെ വാക്സിൻ എടുത്തത് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റീസണാണ്. അതിനെ ഫോഴ്സ് ചെയ്തിട്ടില്ല അങ്ങനെ പറയുമ്പോൾ. പക്ഷേ സെയിം ടൈം എനിക്ക് എന്താ പറയുക, ട്രാവൽ ചെയ്യാൻ എൻ്റെ ഫ്രീഡം ഇല്ല. അത് ചെയ്യാതെ ആ ഒരു ആംഗിളിൽ നോക്കുമ്പം ഫോഴ്സ്ഡ് ആണ്. ഇപ്പോൾ US ഒരുപാട് എന്താ പറയുക പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ആൾക്കാർ തെരുവിലിറങ്ങി വാക്സിൻ എടുക്കൂല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല, നടന്നിട്ടില്ല. ഇവിടെ അങ്ങനെ ആരും ഇപ്പം എന്താ പറയുക, ഞാൻ തന്നെ ആദ്യമായിട്ടാണ് എന്താ പറയുക സംസാരിക്കുമ്പം ഇവിടെ നിന്നും എന്താ പറയുക ഒരാൾ കോവിഡ് വാക്സിൻ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന് കേൾക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരും ഞാൻ എനിക്ക് താല്പര്യമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തോ, എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ കാരണമുണ്ട്. കാരണം എൻ്റെ ഡോഗിന് ഞാൻ വാക്സിനേഷൻ എടുക്കാൻ പോയി. സ്വാഭാവികമായിട്ട് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ വെറ്റിനോട് ഞാൻ ചോദിച്ചു, ഈ വാക്സിനേഷൻ ഞാൻ അവൻ അടിച്ചു എന്ന് വിചാരിക്കാം, റാബിസിൻ്റെ വാക്സിനേഷനാണ്, അവന് റാബിസ് വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. എത്ര ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും? ബിലോ 50. ബിലോ 50. ശരി, അവനെ ഒരു ഡോഗ് വന്ന് കടിച്ചു, അവന് റാബിസ് വരാതിരിക്കാം നിങ്ങൾ പറഞ്ഞു. അവനെ ഞാൻ വാക്സിനേഷൻ ചെയ്തിട്ട് അവൻ എന്നെ കടിച്ചാൽ എനിക്ക് റാബിസ് വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും? ഇല്ല. ബിലോ 50. പിന്നെ ഞാൻ എന്തിന് 2,000 രൂപ 3,000 രൂപ ചിലവാക്കിയിട്ട് വാക്സിനേഷൻ ചെയ്യണം? സേഫ്റ്റി. എന്ത് സേഫ്റ്റി? ചാൻസ് എടുക്കാൻ അല്ല, ചെയ്താലും ചെയ്തില്ലെങ്കിലും സംഭവിക്കും. നമ്മൾ വാക്സിനേഷൻ എടുത്താലും വാക്സിനേഷൻ എടുത്തില്ലെങ്കിലും സംഭവിക്കും. ഇത് ഒരു വെറ്റൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, മനസ്സിലായോ? അവർക്ക് 100% ഉറപ്പാണ് വാക്സിനേഷൻ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ വാക്സിനേഷൻ അടിച്ചിട്ടുള്ളൊരു ഡോഗ് നിങ്ങളുടെ വീട്ടിലുണ്ട്, കൃത്യമായിട്ട് എല്ലാ വർഷവും വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്. ആ ഡോഗ് ജസ്റ്റ് നിങ്ങളുടെ കൈ ഒന്ന് മാന്തി എന്ന് വിചാരിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോഗാണ്, നിങ്ങളും അതിൻ്റെ വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. റാബിസിൻ്റെ എടുത്തിട്ടില്ല എങ്കിൽ ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താ? നിങ്ങളുടെ ഡോഗ് റാബിസിന് അടിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നിങ്ങൾ റാബിസ് അടിച്ചിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ഡോഗിനെ അടിക്കുന്നതിൻ്റെ കാരണം എന്താ? അതെ, എന്തിനെന്നുള്ള ചോദ്യത്തിന് ഇവർക്ക് ഉത്തരമില്ല. ഇല്ല. ഞാനിപ്പം കോവിഡ് വാക്സിൻ അടിച്ചു എന്ന് വിചാരിച്ചോ, എനിക്ക് കൊറോണ വരില്ല എന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരു ഉറപ്പില്ല. ഇനി കൊറോണ വന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ, അത്രയ്ക്കും വലിയ പ്രശ്നമാണോ ഇത്? അല്ല, ഒരു വലിയൊരു പ്രശ്നമായിട്ട് ആൾക്കാരൊക്കെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടിട്ടുണ്ട് ഇവിടെ. അതെ അതെ, ഇതൊന്നും എനിക്കിപ്പോഴും പട്ടിയെ പോലെ എടുത്ത പഴം വാങ്ങാൻ പോയ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പഴം വാങ്ങാൻ പോയിട്ട് പോലീസ് അവനെ കരയിപ്പിക്കുന്ന വീഡിയോ. എന്തൊരു അവസ്ഥയായിരുന്നു. സംഭവം ശരിയാണ്. ഇത് എന്നെ സംബന്ധിച്ചിട്ട് കൊറോണ എന്ന് പറയുന്ന അസുഖം ഒരു അസുഖമായി തന്നെ നിലനിൽക്കുന്നു. ഓക്കെ, പ്ലേഗ് പോലത്തെ ഒരു അസുഖം.
പ്ലേഗൊക്കെ നമുക്ക് അന്നത്തെ കാലത്ത് അത്രയും നമുക്ക് അറിവില്ലാത്തതുകൊണ്ടും ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടും കുറേ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ പൊളിച്ചെടുക്കാം. അതിനേക്കാളും വലിയ അബദ്ധമായിരുന്നു നിപ്പ വന്ന സമയത്ത് മരണമായിരുന്നു നിരത്തി. എനിക്ക് തോന്നുന്നു നിപ്പേൻ്റെ അത്ര പോലും പ്രശ്നമില്ലാത്തൊരു അസുഖമാണ് കൊറോണ. പടരുന്നുണ്ട് ശരിയാ, അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് കുറച്ച് ഇപ്പോൾ 6 മീറ്ററോ അന്ന്, പിന്നെ അത് 3 മീറ്ററോ 2 മീറ്ററോ അങ്ങനെ എന്തൊക്കെയാണ് ചുമച്ച് കഴിഞ്ഞാൽ അതിന് വരായിരുന്നു. നിപ്പ അങ്ങനെയല്ല, അടുത്ത് ചെന്ന് കഴിഞ്ഞാലേ പ്രശ്നം വരുള്ളൂ. പക്ഷെ വരുന്ന പ്രശ്നം ഭീകരമായിരുന്നു. നിപ്പേനെ സംബന്ധിച്ചിട്ട് നിപ്പേനേക്കാളും ചെറിയ വീര്യം കുറഞ്ഞിട്ടുള്ള ഒരു വൈറസാണ് കൊറോണ വൈറസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതിനിത്ര വലിയൊരു സംഭവം ഉണ്ടാക്കി എന്തിന്? അത് ഒരാൾ മാത്രമൊന്നുമല്ലല്ലോ, ഒരു പ്രത്യേക രാജ്യത്തിലെ ഒരു പ്രത്യേക മന്ത്രിസഭയല്ല അതുണ്ടാക്കിയത്. ലോകം മുഴുവൻ ഒരൊറ്റ ആ വിഷയത്തിന് മുകളിൽ അങ്ങനെ നിൽക്കുന്നു. എന്തിന്? ഇനി അത് തുടങ്ങിയത് ഇവിടുന്ന് വുഹാനെന്ന് പെട്ടെന്നൊരു ദിവസം ഒരു സാധനം തുടങ്ങി. അങ്ങനെ തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമല്ല വുഹാൻ. വുഹാൻ എന്ന് പറയുന്ന ഒരു മാംസ കച്ചവടം നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഈ സാധനം സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ അതിനൊരു തുടക്കം ഉണ്ടാവണ്ടേ? അത് എങ്ങനെ വന്നു? ലാബാണ്. അവിടെ ലാബുണ്ട്. അപ്പം അങ്ങനെ അത് എന്തിനാ അവർ ക്രിയേറ്റ് ചെയ്തു? ഇവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളിവിടെ കുറേ ടൂൾസ് ഉണ്ടാക്കുന്നുണ്ട്, കുറേ വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ട്. ആരെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇപ്പോഴും അറിയില്ല. മനസ്സിലായോ? 100 വർഷത്തിന് ശേഷം ഇവിടെ വരാൻ പോകുന്ന നമ്മുടെ ശത്രു എന്താണ്, ആരോടാണ് നമ്മൾ എതിരിടാൻ പോകുന്നതെന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ടും നമ്മളിവിടെ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന എന്താ എപ്പോഴും ബയോവാർ നടക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യനും തമ്മിലാണെന്നാ. അങ്ങനെയല്ല സാധ്യത. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനമായിട്ട് നമുക്കിവിടെ മത്സരിക്കാനുണ്ട്, നമുക്ക് യുദ്ധം ചെയ്യാനുണ്ട്. അതിൻ്റെ പ്രാക്ടീസ് മാത്രമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രാക്ടീസിൻ്റെ ഇടയിൽ ലീക്കായി പോകുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനത്തെ ബ്ലാസ്റ്റായി മാറുന്നത്. അതിനെ മറച്ചു വെക്കാൻ അവർ പഠിച്ച പണി 18 നടത്തും. ഇനി അങ്ങനൊരു വാറ് നടന്നു എന്ന് വിചാരിച്ചോ, ആ വാറ് നടക്കുമ്പോൾ അതിൽ ചില സാധനം ലീക്കായി പോവും, മനുഷ്യരിലേക്ക് ഇടപെടും. അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ എത്ര പേര് മരണപ്പെടും എന്നറിയാനുള്ളൊരു മോക്കാണെങ്കിലും ഒപ്പം നടന്നത്. അതെ, അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓൺലി സെലക്റ്റഡ് ഫ്യൂ കമ്പനീസ് ആണ് വാക്സിൻസ് ഉണ്ടാക്കിയത്. അവരൊക്കെ ബില്യൺ ഡോളേഴ്സ് ഉണ്ടാക്കി ഇപ്പോഴും ഉണ്ടാക്കുന്നു. ഇപ്പൊ ബൂസ്റ്റർ 1 ബൂസ്റ്റർ 2 ഇതെന്താ വേറെ എന്തോ നമ്മള് ഡ്രഗ് ഒക്കെ എടുക്കുന്ന പോലെയാണ്. മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ തുറന്നു പറഞ്ഞോ? അതെ, മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലേക്ക് തന്നെയാണ് എല്ലാം പോയത്. അതെ, ഇൻട്രസ്റ്റിംഗ് ടൈംസ് ടു ലീവ്. അതാണ് പോലെ. അല്ല, ഇവിടെ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇപ്പം ഞാൻ പറയട്ടെ, ഇത്രയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് കേട്ടിട്ട് ഇയാൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നതെന്ന് പറയുന്ന ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, ഞാൻ ഈ പറയുന്നതൊക്കെ കോൺസ്പിറസിയാണ്. ഇന്ന് ഞാൻ പറയുന്നത് എന്തിനാ, ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളിത് വിശ്വസിക്കണ്ട. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു അവസരമായിട്ട് മാത്രം കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബ്രോൻ്റെ അടുത്ത് പറയുന്നതായാലും ഓക്കെ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് വെച്ചിട്ട് നാളെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വാക്സിനേഷൻ ചെയ്യേണ്ട അങ്ങനെയൊന്നല്ല പറയുന്നത്. ഇങ്ങനൊരു സാധനം ഉണ്ട്, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്ക്കാണ്. സൂചി വെച്ച് തരുന്ന ഡോക്ടർ പോലും ആ റിസ്ക് ഏറ്റെടുക്കില്ല. പിന്നെയാണ് ഞാൻ റിസ്ക് നിങ്ങളുടെ സ്വന്തമാണ്. വാക്സിനേഷൻ അടിച്ചിട്ട് ചിലപ്പോൾ വാക്സിനേഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിസിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അലർജി ഉണ്ടോ ഒക്കെ ചോദിക്കുന്നത് എന്തിനാ? അങ്ങനെ ഒരു അലർജി ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണത്. നിങ്ങൾ അനുഭവിച്ചോളുക. കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോടും പറഞ്ഞിട്ടുണ്ട്, കുത്തി കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ എന്തെങ്കിലും തളർച്ച ഉണ്ടെങ്കിൽ പറയണം. വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ തളർന്ന് വീണ് മരിച്ച എത്ര ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ പറയണ എന്താ, നമ്മൾ വരി നിന്ന് വെയിൽ കൊണ്ട് മരിച്ചു വീണു, അല്ലെങ്കിൽ ഓൾറെഡി കൊറോണ ഉണ്ടായിരുന്നു. ഈ കുത്തി വെക്കുന്നത് എന്താ, പിന്നെ മ്യൂട്ടേഷൻ നടത്തിയിട്ടുള്ള കൊറോണ തന്നെയാണല്ലോ ഈ കുത്തി വയ്ക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ ആൻറ്റിവൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കുത്തി വയ്ക്കുന്നത് അല്ലേ? വാക്സിൻ അത് തന്നെയാണല്ലോ. സോ ഇത് താങ്ങാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. നമ്മളുടെ ഇടയിലേക്ക് ഇങ്ങനൊരു സാധനം വരുമ്പോൾ അതിന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഇതൊരു മോക്കപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന അതാണ്. കൊറോണ എന്ന് പറയുന്ന അസുഖം ഇവിടെ വന്നത് ഒരു മോക്കപ്പായിരുന്നു. അത് ഒന്നുകിൽ ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് സംഭവിച്ചത്, അല്ലെങ്കിൽ അവരറിയാതെ സംഭവിച്ചത്, ഏതോ ഒന്ന്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ലാബിൽ നിന്നും ലീക്കായി എന്നുള്ളതിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈവൻ ഇഫ് ഇറ്റ് വാസ് ഫ്രം എ മാർക്കറ്റ്, ഈ സോ കോൾഡ് വുഹാൻ മാർക്കറ്റ്,
അവിടുന്ന് ഈ ഒരു തോതിൽ ലോകത്ത് എല്ലായിടത്തും എത്തിയല്ലോ അത്. ഒരു സ്ഥലത്ത് പോലും ഇല്ല എത്താത്തത്, എല്ലായിടത്തും. അത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനേക്കാളും ഈ പറഞ്ഞ പോലെ ഒരു ബയോ വെപ്പൺ ആയിട്ട് അവർ ചെയ്യുന്നത് ഇപ്പം സുൽത്താൻ പറഞ്ഞ പോലെ ലീക്ക് ആയിട്ടുണ്ടാവും, അവരറിയാതെ ലീക്ക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ലീക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എനിവേസ്, കമ്മിങ് ബാക്ക് ടു ബേപ്പൂർ സുൽത്താൻ, റിസർച്ച് പ്രോസസ്സ് എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ഒരു റിസർച്ച് പ്രോസസ്സ് ഒന്നുമില്ല. അതായത് ഇപ്പം നമ്മൾ സംസാരിച്ചില്ലേ, നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ തന്നെ അതിൽ തന്നെ ഞാൻ പോലും അറിയാതെ ചില കാര്യങ്ങൾ പണ്ടെപ്പോഴോ വായിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പം ഇങ്ങനെ ചില വിഷയങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ, ചില വീഡിയോസ് കാണുമ്പോൾ വരുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അതിൽ പറയുന്ന പോയിൻറ്റ്സ് എഴുതി വയ്ക്കും. അപ്പം ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ എൻ്റെ നോട്ട്സിലുണ്ട്. അങ്ങനെ ഞാൻ എഴുതി വെച്ചത്. ഇപ്പോൾ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് വീഡിയോ ചെയ്യണം. അതിൻ്റെ പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധനാഴ്ചയായിരിക്കും. ബുധനാഴ്ച ഞാൻ ഒരു കോണ്ടൻറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ എടുത്തു വെച്ച് ബുധനാഴ്ച രാത്രി ഞാനൊരു സ്ക്രിപ്റ്റാക്കി മാറ്റും, എങ്ങനെ ബേപ്പൂർ സുൽത്താൻ പറയണം. ഈ സാധനം വ്യാഴാഴ്ച ഞാൻ ഇരുന്ന് പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ വേണം ഷൂട്ട് ചെയ്യാൻ. കാരണം മാക്സിമം ഓരോ മോഡുലേഷൻ വരെ മാറ്റി ഞാൻ ഷൂട്ട് ചെയ്യും. എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കും. വെള്ളിയാഴ്ച വീഡിയോ റിലീസ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. അതിൽ തന്നെ ചിലപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ ഒരു 2 കൊല്ലം 3 കൊല്ലം മുമ്പ് എഴുതി വെച്ച കോണ്ടൻറ്റ് അതിൻ്റെ മാക്സിമം അപ്ഡേഷൻസ് എടുത്തിട്ട് ഞാനിപ്പം ചെയ്യുന്നതുകൊണ്ട്. ഫാക്ട് ചെക്ക് ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് ചെയ്യാറുണ്ട്. മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റുന്ന, അതായത് ഞാൻ പറയുന്ന സാധനങ്ങൾ ആധികാരികമായി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് ബ്ലണ്ടർ ഞാൻ പറയാറില്ല. ഒന്നുകിൽ ചിലപ്പോൾ ഞാൻ കാണാതെ പോയ ഏതെങ്കിലും വിഷയമായിരിക്കും. അത് കാരണം നമുക്കിപ്പോൾ എല്ലാ കാര്യവും അറിയില്ലല്ലോ. ഇപ്പം ചില മെർമെയ്ഡിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ മെർമെയ്ഡിൻ്റെ വീഡിയോയിൽ അങ്ങനെ ഒരു സാധനം കണ്ടിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് ഫേക്കാണ് ബ്രോ എന്ന് പറയുന്ന ഫോളോവേഴ്സ് എനിക്കുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് 100% ഞാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ 99% ഞാൻ എത്തുന്നുണ്ടാവുള്ളൂ. ഒരെണ്ണം ഞാൻ മിസ്സായി പോയതായിരിക്കാം. മനഃപൂർവ്വം എന്തായാലും വ്യൂവിന് വേണ്ടിയിട്ടോ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ കള്ളം പറയാറില്ല. എൻ്റെ വീഡിയോയിൽ റിയൽ ലൈഫിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഡീബങ്ക് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ടിട്ട് എന്നെ വിലയിരുത്തുന്ന ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ട്. ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു, ഞാൻ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും, അപ്പോൾ നിങ്ങൾ ബാക്കിയും കൂടി കാണും ബ്രോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ആദ്യത്തെ ഒരു കുറച്ച് നേരം കാണും, ഇവൻ ഭയങ്കര തള്ളാണ്, ഞാൻ എന്ത് പറയുന്നു എന്നുള്ള അവരറിയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എൻ്റെ സ്റ്റൈലാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ആദ്യം തന്നെ വേണേൽ എനിക്ക് വന്നിട്ട് മച്ചാനെ പ്രേതമൊന്നുമില്ല കേട്ടോ, ഇതാണ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ഷൂട്ട് കഴിഞ്ഞു, എനിക്ക് വീട്ടിൽ പോവാം. പക്ഷെ എൻ്റെ ആവശ്യം അതല്ല, എൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ അതല്ല. 10 മിനിറ്റ് വീഡിയോയിൽ 8 മിനിറ്റ് ഞാൻ നിങ്ങളെ മാക്സിമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ താഴത്തേക്കിടും. അതാണ് എൻ്റെ ഒരു താല്പര്യം. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സാധനം വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതാണ് വിഷയം. ഓക്കെ, സോ ലിസൺ ബേപ്പൂർ സുൽത്താൻ, താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. കാരണം ബിഗിനിങ് ആണ്, ഞാൻ ട്രൈ ചെയ്യണം, സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്തതും അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക് യു. പിന്നെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും, അഥവാ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. എൻ്റെ ചാനലിൻ്റെ പേര് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. youtube.com/ബേപ്പൂർ സുൽത്താൻ ഓൺലൈൻ. ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്ന യഥാർത്ഥ ഒരു മനുഷ്യൻ ഉള്ളത് കൊണ്ട് ഞാൻ ഓൺലൈനിൽ മാത്രം ബേപ്പൂർ സുൽത്താനായിട്ട് ജീവിക്കുന്നു. റിയൽ ലൈഫിൽ ബേപ്പൂർ സുൽത്താൻ അല്ല. കഥകൾ പറയുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ജോബ്. സ്റ്റോറി ടെല്ലറായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം. ആ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തുന്ന മീഡിയം ചിലപ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. കാരണം 2017 മുമ്പേ ഞാൻ സ്റ്റോറി പറഞ്ഞിരുന്നത് ഒരു ബ്ലോഗറായിട്ടായിരുന്നു, എഴുത്തിലൂടെയായിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയായിരുന്നു. 2017 ശേഷം അത് വീഡിയോസായി മാറി. ഇനി അനനാക്കി സഹായിച്ച് ചിലപ്പോൾ സിനിമകളാവാം. ആവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്ളോഗറാണ് ബേപ്പൂർ സുൽത്താൻ. ഓക്കെ, ആവട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.